ഹലോ ഓൾ, ഹോപ്പ് യുർ ഓൾ ഡൂയിങ് ഗുഡ്. മൈസെൽഫ് സനുജ. അപ്പം നമ്മൾ പ്ലസ് വണ്ണിൻ്റെ തേർഡ് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ആൽഗെ ഡിസ്കസ് ചെയ്തു, ബ്രയോഫൈറ്റ്സ് ഡിസ്കസ് ചെയ്തു, ടെറിഡോഫൈറ്റ്സിലേക്ക് പോകുമായിരുന്നു. പക്ഷേ ടെറിഡോഫൈറ്റ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രയോഫൈറ്റ്സിൻ്റെ 2 ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ടെന്ന് അല്ലേ. അപ്പോൾ അവിടെയായിരുന്നു നമ്മൾ നിർത്തിയിരുന്നത് അല്ലേ. ലിവേർഡ്സും മോസസും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലേ, അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നല്ല മഴയാണ് അല്ലേ, എല്ലാ സ്ഥലത്തും നല്ല മഴയാണ്. എല്ലാവരും സേഫായി ഇരിക്കുക. ഓക്കെ, ലീവ് ഉണ്ടെങ്കിൽ സ്കൂളിലൊക്കെ ലീവ് വന്നിട്ടുണ്ടെങ്കിൽ സേഫായിട്ട് വീട്ടിലിരിക്കുക, കറങ്ങാൻ പോകരുത് പുറത്ത്. ഓക്കെ, മാക്സിമം വീട്ടിലിരുന്ന് എന്താ പറയുക, പഠിക്കുകയോ വായിക്കുകയോ സിനിമ ആണോ എന്താ വെച്ചാൽ ചെയ്യുക, പക്ഷേ വീട്ടിലിരിക്കുക. ഓക്കെ, സേഫായിട്ടിരിക്കുക എല്ലാവരും, അത്രേ പറയാനുള്ളൂ. സോ എല്ലാവരും സേഫാണ്, ഹാപ്പിയാണ്, ഓക്കെ ആണെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പറയാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ തന്നെയാണ് ഓഫ് കോഴ്സ് ബ്രയോഫൈറ്റ്സിൻ്റെ 2 ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഈ ബ്രയോഫൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആൽഗയാണ് നമ്മൾ എത്ര ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്? 3 ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്തത്. ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ, ഇങ്ങനെ 3 ആയിട്ട് നമ്മൾ ആൽഗേനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രയോഫൈറ്റ്സിനെ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്തത്? ബ്രയോഫൈറ്റ്സിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. ആരൊക്കെയാണ്? ലിവർവേർഡ്സും മോസസും. അങ്ങനെ ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടുള്ള ടേം ഒന്നല്ല അല്ലേ. മോസ് എന്നൊക്കെ നമ്മൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ലിവർവേർഡ്സും മോസസും ആണ് 2 ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ 2 ക്ലാസ്സസ് ഈ ബ്രയോഫൈറ്റ്സ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലിവർവേർഡ്സ് എന്ത് നോക്കിയാലോ ആദ്യം തന്നെ. ലിവർവേർഡ്സ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ പിക്ചർ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആദ്യം ഞാൻ ലിവർവേർഡ്സിൻ്റെ പിക്ചർ കാണിച്ചു തരും, ലിവർവേർഡ്സിനെ പറ്റി പഠിപ്പിക്കും. മോസസിൻ്റെ പിക്ചർ കാണിച്ചു തരും, മോസസിനെ പറ്റി പഠിപ്പിക്കും. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസും ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ എന്താണ് ലിവർവേർഡ്സ്, എന്താണ് മോസസ്, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ. ലിവർവേർഡ്സിനെ മോസസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വരാറുണ്ട്. നിങ്ങൾക്ക് അത് തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാറുണ്ട്. ഇതിപ്പോൾ ഒറ്റൊന്നായിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രയോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ചോദിക്കാറുണ്ട്. സോ നിങ്ങളത് പഠിച്ചിരിക്കണം. ഓക്കെ, വിത്ത് എക്സാമ്പിൾ പഠിച്ചിരിക്കണം. ബിക്കോസ് എക്സാമ്പിൾസും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ലിവർവേർഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? പിക്ചേഴ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. എന്തൊക്കെ നിങ്ങൾ പിക്ചർ നോക്കിയിട്ട് പറയാം. ഒന്നാമത്തെ കുറച്ചൊരു എന്താ പറയുക, നനവുള്ള പ്രദേശത്താണ് ഇവർ ജീവിക്കുന്നത് അല്ലേ, കുറച്ച് മോയ്സ്റ്റ് ആയിട്ടുള്ളത്. ചുറ്റും ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. എന്താ പറയുക, ഒരു കല്ലുമ്പിലാണ്, പൊതുവെ നനഞ്ഞ ഒരു കല്ലുമ്പിലോ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്താണ് ഇവർ എന്ത് ചെയ്യുന്നത് ജീവിക്കുന്നത്. നനഞ്ഞ ഹാബിറ്റാറ്റിലാണ് ഇവർ ജീവിക്കുന്നത്, മോയ്സ്റ്റ് ആയിട്ടുള്ളത്. ഓൾസോ ഇവർ കുറച്ച് പരന്നിട്ടുള്ള ആൾക്കാരല്ലേ. അതായത് ഇവരിങ്ങനെ എന്താ പറയുക, നമ്മൾ ഒരു ചെടി എടുത്തിട്ട് നമ്മളിങ്ങനെ മേലും താഴെന്ന് അടിച്ച് പരത്തി അങ്ങനെ ഉണ്ടാവും. അതുപോലെയല്ലേ ഇവരുള്ള ഇങ്ങനെ ലൈക്ക് എന്താ പറയുക, ഫ്ലാറ്റ് ആയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു വേർഡ് പറയും, ഡോർസി വെൻട്രൽ എന്നൊക്കെ പറയും. അതായത് ഡോർസലും വെൻട്രലും. ഓക്കെ, ഡോർസൽ സൈഡ് എന്ന് പറഞ്ഞാൽ മേലത്തെ ഭാഗം, വെൻട്രൽ സൈഡ് എന്ന് പറഞ്ഞാൽ താഴത്തെ ഭാഗം. ഈ ഡോർസൽ സൈഡും വെൻട്രൽ സൈഡും നമ്മളിങ്ങനെ അടിച്ച് വരത്തി അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ പരന്നു പോകത്തില്ലേ. അതുപോലെയാണ് എന്തുള്ളത്, ഈ പറഞ്ഞ ലിവർവേർഡ്സ് ഉള്ളത്. സോ ഇവർ ഡോർസി വെൻട്രലാണെന്ന് പറയാം, മോയിസ്റ്റ് ഹാബിറ്റാറ്റിലാണ് ജീവിക്കുന്നതെന്ന് പറയാം. പിന്നെ എന്ത് പറയാം, ഇവർ ഏത് സബ്സ്ട്രാറ്റത്തിലാണോ ഇവർ നിലകൊള്ളുന്നത്, സബ്സ്ട്രാറ്റം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടോ. ഏത് സബ്സ്ട്രാറ്റത്തിലാണോ നിലകൊള്ളുന്നത് ആ സബ്സ്ട്രാറ്റത്തിനോട് ഭയങ്കര എന്താ പറയുക അറ്റാച്ച്ഡ് അല്ലേ, ഭയങ്കര ടൈറ്റായിട്ട് അറ്റാച്ച്ഡ് അല്ലേ. ഇപ്പം റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന ഫിഗർ നോക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക, ആ കല്ലിൻ്റെ മേലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കിടക്കുക അല്ലേ. അപ്പോൾ ഇവർ ടൈറ്റ്ലി അറ്റാച്ച്ഡ് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പിക്ചേഴ്സ് നോക്കിയിട്ടാണ് നമുക്ക് പറയാം. ഇത്രയൊക്കെ പറയുന്നുള്ളൂ. പിന്നെ കുറച്ച് റീപ്രൊഡക്ഷനും പറയും, അത്രയേ ഉള്ളൂ ബേസിക്കലി. ആണ് കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മോയിസ്റ്റ് ആയിട്ടുള്ള ഹാബിറ്റാറ്റ്സിലാണ് ഇവരെ കാണപ്പെടുന്നത്. ഇവിടെ കാണപ്പെടുന്നത് മോയിസ്റ്റ് ആയിട്ടുള്ള ഷേഡി എന്ന് പറഞ്ഞാൽ കുറച്ച് തണലുള്ള ഒരു ഹാബിറ്റാറ്റിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇവരെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എക്സാമ്പിൾ, ഈ കുറച്ച് നനവുള്ള കുറച്ച് തണലുള്ള ഭാഗങ്ങളുടെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് സെപ്പറേറ്റ് ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ വല്ല സ്ട്രീംസോ, അതായത് സ്ട്രീം എന്ന് പറയുമ്പം റിവർ അല്ല, പക്ഷേ ചാലുകളൊക്കെ പോലെ ഉണ്ടാവില്ലേ, അങ്ങനെ സ്ട്രീംസിൻ്റെ ഒക്കെ കരകളിൽ അല്ലേ, ബാങ്ക്സ് ഓഫ് സ്ട്രീംസ്, അല്ലെങ്കിൽ മാർഷി ഗ്രൗണ്ട്, നനഞ്ഞ എന്താ പറയുക കുറച്ച് ചളിയൊക്കെ നടന്നു നിൽക്കുന്ന ഗ്രൗണ്ടിൽ, അല്ലെങ്കിൽ നനഞ്ഞ സോയിൽ, നനഞ്ഞ മണ്ണിൽ, അല്ലെങ്കിൽ ട്രീസിൻ്റെ ബാർക്ക് അല്ലേ, ട്രീസിൻ്റെ എന്താ പറയുക അവരുടെ ട്രീസിൻ്റെ പോലെ മെയിൻ ട്രീസിൻ്റെ ആ ഒരു ബാർക്കിൻ്റെ മേലെ നനഞ്ഞ് കിടക്കുകയാണെങ്കിൽ. അതേപോലെ വൂഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാടുകളാണ്. കാട് പോലത്തെ സ്ഥലത്ത് ഉള്ളിലേക്കാവുന്ന സമയത്ത് അവിടേക്ക് എന്ത് വരത്തില്ല, അവിടേക്ക് സൺലൈറ്റ് അധികം വരത്തില്ല, അധികം എക്സ്പോഷർ ഉണ്ടാകത്തില്ല. അപ്പോൾ അവിടെ പൊതുവേ ഒരു നനഞ്ഞ ഒരു മോയിസ്റ്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യും, അവിടെയും നമുക്ക് ആരെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഈ പറഞ്ഞ ലിവർവേർഡ്സിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. ഇനി ഇവരെ പ്ലാൻ ബോഡിനെ പറ്റി പറയുകയാണെങ്കിലോ ഏകദേശം ഒരു ആൽഗേനെ പോലെയൊക്കെ ഇല്ലേ. നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ ഫിഗർ നോക്കിക്കേ. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് കണ്ടാൽ ചിലപ്പോൾ ഒരാൾ തെറ്റിദ്ധരിച്ചേക്കാം. ഈ റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കി, ആ വലിയ ഫിഗർ നോക്കിക്കേ, പെട്ടെന്ന് കണ്ടാൽ ഒരു ആൽഗയാണെന്ന് തെറ്റിദ്ധരിക്കത്തില്ലേ. ബിക്കോസ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു റൂട്ട് സ്റ്റെം ഡിഫറൻസിയേഷൻ ഒന്നും തന്നെ കാണാനില്ല അല്ലേ. ഒരു കണ്ടാലൊരു ആൽഗെ പോലെ തന്നെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവരെ പ്ലാൻ ബോഡി നമ്മൾ എന്താ വിളിക്കുക, പ്ലാൻ ബോഡി താലോയിഡ് എന്നാണ് വിളിക്കുക.
താലസ് എന്ന് പറയത്തില്ല പൊതുവേ, പക്ഷേ താലോയിഡ്, അതായത് താലസ് പോലെയാണ്. ഓക്കെ, പ്രത്യേകിച്ച് റൂട്ട് സ്റ്റെം ഡിഫറൻസിയേഷൻ ഒന്നുമില്ല, ഏകദേശം ഒരു താലസ് പോലെ, ഒരു ആൽഗേൻ്റെ താലസ് പോലെ തന്നെയാണ് ഇവിടെ പ്ലാന്റ് ബോഡി ഉള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്കാൻഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിവർവേർട്ടിൻ്റെ എക്സാമ്പിളാണ്. എക്സാമ്പിൾസ് നമ്മൾ വേറെ നോക്കും, പക്ഷേ മാർക്കാൻഷ്യ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, മാർക്കാൻഷ്യ, മാർക്ക് ആൻഡ് ഷിയ, മാർക്കാൻഷ്യ. ഓക്കെ, അപ്പോൾ ഈ മാർക്കാൻഷ്യ എന്താണ്, ഇങ്ങനെ ഇതേപോലെ പരന്ന് കിടക്കുന്ന ഒരു താലസ് പോലെ തൈലോയിഡ് ബോഡി ഉള്ള ഒരു ബ്രയോഫൈറ്റ് ആണല്ലോ, ഒരു ലിവർവേർട്ട് ആണെന്ന് പറയുന്നത് മാർക്കാൻഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോയിന്റ്, താലസ് എന്താണ്, ഡോർസി വെൻട്രലാണ്, എടുത്തിട്ട് മേലേന്നും താഴെന്നും പരത്തി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയാണ് എന്തുള്ളത് ഇവിടെ താലസ് ഉള്ളത്. പിന്നെ എന്ത് പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, ഈ സബ്സ്ട്രേറ്റിനോട് നല്ല സ്റ്റിക്ക് ചെയ്ത് കിടക്കുകയാണ്, അല്ലെ നല്ല അറ്റാച്ച്ഡ് ആയി കിടക്കുകയാണ്, ക്ലോസ്ലി സ്റ്റിക്ക് ചെയ്ത് കിടക്കുകയാണ്. അപ്രസ്ഡ് എന്നൊക്കെ പറയുമ്പോൾ സ്റ്റിക്കായി കിടക്കുന്നു എന്നുള്ള അർത്ഥം തന്നെയുള്ളൂ കേട്ടോ. അതാണ് എന്ത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, ദ ലീഫി മെമ്പേഴ്സ് ഹാവ് ടൈനി ലീഫ് ലൈക്ക് അപ്പൻഡേജസ് ഓൺ ദ സ്റ്റെം ലൈക്ക് അപ്പൻഡേജസ്. അതായത് പ്രോപ്പറായിട്ടൊരു ലീഫോ സ്റ്റെമ്മോ റൂട്ടോ ഒന്നും ഇല്ല നമ്മൾ പറഞ്ഞു, താലസ് പോലെയാണ്. പക്ഷെ എന്നാലും ഒരു സ്റ്റെമ്മ് പോലത്തെ ഒരു സാധനത്തിൻ്റെ മേലെ ലീഫ് പോലത്തെ ഒരു സാധനം ഉണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, അതായത് സ്റ്റെമ്മോ ലീഫോ ഇല്ല, പക്ഷേ ഒരു സ്റ്റെം ലൈക്ക് അപ്പൻഡേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ ചെറിയ ലീഫ് ലൈക്ക് അപ്പൻഡേജസ് ഉണ്ടാവും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ലെഫ്റ്റ് സൈഡിലുള്ള പിക്ചേഴ്സൊക്കെ നോക്കിക്കേ, ഇതിനകത്ത് ചെറിയ ലീഫ് ലൈക്ക് അപ്പൻഡേജസ് അല്ല ഇതൊക്കെ, ലീഫ് പോലെ ഇല്ലേ കാണാൻ, എന്നാൽ ലീഫാണോ, അല്ല. ഓക്കെ, സോ അങ്ങനെ അതാണ് ജസ്റ്റ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് പിക്ചേഴ്സ് നോക്കി എഴുതാൻ പറ്റുന്ന പോയിന്റ് അല്ലേ. ഇതിലെന്താ ഇപ്പം നമ്മൾ സീരിയസ് ആയിട്ട് എന്താ പറഞ്ഞത്, ആ ഒരു എക്സാമ്പിൾ പറഞ്ഞു അല്ലേ, നമ്മൾ പഠിക്കേണ്ട ഒരു സാധനം എന്താ, ആ ഒരു എക്സാമ്പിളാണ് മാർക്കാൻഷ്യ. ബാക്കിയെല്ലാം നമുക്ക് ആലോചിച്ച് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. ഡോർസി വെൻട്രൽ എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് എന്ത് ചെയ്യണം, നിങ്ങൾ ആലോചിക്കണം. കാരണം നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്, പക്ഷേ ഇത് എക്സാമിന് എഴുതി പിടിപ്പിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വേർഡ്സ് അറിഞ്ഞിരിക്കണ്ടേ. നമ്മളിതെങ്ങനെ എഴുതും, മേലും തഴുന്ന് അടിച്ച് വരുത്തി എക്സാം എഴുതി വയ്ക്കാൻ പറ്റുമോ, ഇല്ലല്ലോ. സോ ആ വേർഡ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഡോർസി വെൻട്രൽ, അതായത് ഡോർസലും വെൻട്രലും, ഡോർസൽ എന്ന് പറഞ്ഞാൽ മേലത്തെ ഭാഗം, വെൻട്രൽ എന്ന് പറഞ്ഞാൽ താഴത്തെ ഭാഗമായിട്ടാണ് വരിക. സോ ഡോർസി വെൻട്രൽ. ഓക്കെ, ഇങ്ങനെ മേലും താഴെന്നും അടിച്ച് എന്നുള്ളൊരു അർത്ഥത്തിൽ ആലോചിക്കുക, ഡോർസി വെൻട്രൽ. ക്ലിയർ ആയല്ലോ. അടുത്ത എന്താ നമ്മൾ നോക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കാൻഷ്യ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ മാർക്കാൻഷ്യൻ്റെ ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറേ ആൽഗേഷൻ നിങ്ങൾ കാണിച്ചു തന്നു അല്ലേ, ഇനിയിപ്പോൾ ബ്രയോഫൈറ്റ്സിനെ കാണിച്ചു തന്നില്ല എന്നൊരു സങ്കടം വേണ്ട, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മാർക്കാൻഷ്യ എന്ന് പറയുന്നത്. പിന്നെ എന്തുണ്ട്, റിക്സിയുണ്ട്. റിക്സിയും വേറൊരു എക്സാമ്പിൾ കേട്ടോ, നമ്മൾ ഒരുമിച്ചാണ് പഠിക്കുക ഇവരെ, മാർക്കാൻഷ്യ ആൻഡ് റിക്സിയ, മാർക്കാൻഷ്യ റിക്സിയ ഇങ്ങനെ ഒരുമിച്ചാണ് ഇവരെ പഠിക്കാം. ഓക്കെ, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്, ഇവർ കുറച്ചൊരു റൈമിങ് ചെയ്യുന്നില്ലേ, മാർക്കാൻഷ്യ റിക്സിയ ഒരു റൈമിങ് ടേംസ് അല്ലേ, അല്ലെങ്കിൽ നെയിംസ് അല്ലേ, അതുകൊണ്ട് നമ്മൾ അവർ ഒരുമിച്ചാണ് പഠിക്കുക. പിക്ചർ ഏകദേശം കാണാൻ ഒരേപോലെ തന്നെ അല്ലേ. റിക്സിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ നാട്ടിലൊക്കെ കാണാം കേട്ടോ. ഇത് നമ്മൾ യൂറപ്പിലോ അല്ലെങ്കിൽ അമേരിക്കയിലൊന്നും വേണ്ട ആവശ്യമില്ല, നമ്മളെ ചുറ്റുപാട് തന്നെ എന്തുണ്ട്, റിക്സിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, നമുക്കൊക്കെ എന്താ പറയുക, നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ഒക്കെ ഉണ്ടാകത്തില്ലേ, പ്രാക്ടിക്കൽസിനൊക്കെ നിങ്ങൾക്ക് ഇതുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ബട്ട് എനിവേസ് പ്രാക്ടിക്കൽസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ റിക്സിയൊക്കെ കൊണ്ടുതരും പലപ്പോഴും. ഓക്കെ, സെക്ഷൻസ് എടുക്കാനൊക്കെ. അപ്പോൾ എനിവേസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യത്തിലുള്ളൂ, മാർക്കാൻഷ്യയും റിക്സി എന്താണ്, ലിവർവേർഡ്സ് ആണ്. പിക്ചർ കണ്ടാൽ അറിയത്തില്ല അവർ ലിവർവേർഡ്സ് ആണ്. മോസസ് ഇങ്ങനെയേ അല്ല കാണാൻ. ഓക്കെ, മോസസിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും മോസസ് ഇങ്ങനെയല്ല കാണാൻ. ഓക്കെ, സോ ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇവരെ റീപ്രൊഡക്ഷൻ പറയാം. റീപ്രൊഡക്ഷൻ സിമ്പിൾ, നമ്മൾ ബ്രയോഫൈറ്റ്സിൻ്റെ റീപ്രൊഡക്ഷൻ പഠിച്ച ആൾക്കാരല്ലേ, അപ്പോൾ ഇതിൻ്റെ റീപ്രൊഡക്ഷൻ എന്താ, വളരെ സിമ്പിളാണ്. നോക്കാം. ഫസ്റ്റ് തന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, പ്രത്യേകിച്ച് പറയണോ വേണ്ട, ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, താലസിൻ്റെ പ്ലാൻ ബോഡി പല കഷ്ണങ്ങളായിട്ട് മുറിയുന്നു, ഓരോ കഷ്ണങ്ങളും പുതിയ പ്ലാനായിട്ട് ഡെവലപ്പ് ആവുന്നു. ഇത് നിങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ വേറൊരു സാധനം കൊടുത്തിട്ടുണ്ട്, എന്താ, ബൈ ജെമ്മെ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ല, എന്താ കൊടുത്തിട്ടുള്ളത്, ബൈ ജെമ്മെ. എന്താ ജെമ്മെ, ഇങ്ങനൊരു സാധനം കേട്ടിട്ടുണ്ടോ, ജെമ്മെ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവാം ചിലപ്പോൾ, നിങ്ങൾക്ക് ഇല്ല, കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല അല്ലേ. ഓക്കെ, എനിവേസ് നോ പ്രോബ്ലം, നമ്മൾ ജെമ്മെ എന്താണെന്ന് പറയും, നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയാം. ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളതുകൊണ്ടും ഫോട്ടോസ് കാണിച്ചു തരാനുള്ളതുകൊണ്ടും ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. പക്ഷേ ജസ്റ്റ് ഇപ്പോൾ മനസ്സിലാക്കി നോക്കി, അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വഴിയാണ് നടക്കുന്നത്, ഫ്രാഗ്മെൻറ്റേഷനും ജെമ്മെ വഴിയും. ഓക്കെ, ഇനി സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് പോവുകയാണെങ്കിലോ സിമ്പിളാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമൊന്നുമില്ല. മെയിൽ സെക്സ് ഓർഗനും ഉണ്ട്, ഫീമെയിൽ സെക്സ് ഓർഗനും ഉണ്ട്. സോ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, ഈ മെയിൽ ഗാമറ്റ് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമറ്റ് ഒക്കെ ഉണ്ടാവത്തില്ല. നമ്മൾ ബ്രയോഫൈറ്റ്സിൽ പഠിച്ച സെയിം സാധനം തന്നെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇത്ര അറിഞ്ഞിരിക്കുക, ഈ മെയിൽ സെക്സ് ഓർഗൻ അല്ലെങ്കിൽ ഫീമെയിൽ സെക്സ് ഓർഗൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അതൊരൊറ്റ പ്ലാൻ ബോഡി തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ അത് രണ്ട് സെപ്പറേറ്റ് പ്ലാൻ ബോഡീസിലായിരിക്കും. എന്താ ഞാൻ പറഞ്ഞത്, ഒന്നെങ്കിൽ ഈ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഒരേ പ്ലാൻ ബോഡിയിൽ കാണും, അല്ലെങ്കിൽ ഒരേ താലസിൽ കാണും, അല്ലെങ്കിലോ ഇവർ വേറെ വേറെ താലയിലേക്ക് ഉണ്ടാവുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ
പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാമറ്റോഫൈറ്റ്, സ്പോറോഫൈറ്റ് എന്നൊക്കെ ബ്രയോഫൈറ്റ്സ് പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ സ്പോറോഫൈറ്റ് ഉണ്ട്, ഗാമറ്റോഫൈറ്റ് ഉണ്ട്. ഗാമറ്റോഫൈറ്റ് ആണ് മെയിൻ പ്ലാൻ ബോഡി. ഗാമറ്റോഫൈറ്റിൻ്റെ മേലയിൽ നിന്ന് പിന്നെ എന്ത് സംഭവിക്കുന്നു, സ്പോറോഫൈറ്റ് ഉണ്ടാകുന്നു. ഈ ഗാമറ്റോഫൈറ്റിൻ്റെ തലയിൽ മേലെ സ്പോറോഫൈറ്റ് നിൽക്കുന്ന പിക്ചേഴ്സൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായില്ലേ. ഓക്കെ, ഇവിടെയും എന്തുണ്ട്, അതേപോലെ തന്നെയാണ് ഗാമറ്റോഫൈറ്റ് ഉണ്ട്, സ്പോറോഫൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫൂട്ട് സീറ്റ ക്യാപ്സ്യൂൾ. ഫൂട്ട് മാർക്ക് ചെയ്തിട്ടില്ലെങ്കിലും സീറ്റ ക്യാപ്സ്യൂൾ എന്തായാലും ഞാൻ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് മറന്നു പോകുന്ന പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ അല്ലേ. ഇതാണ് ഫിഗർ. പ്രശ്നം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഗാമറ്റോഫൈറ്റിൻ്റെ മേലെ നമ്മൾ എന്ത് പറഞ്ഞു, സ്പോറോഫൈറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ. ഈ സ്പോറോഫൈറ്റിൽ ഓൾറെഡി ഞാൻ ക്യാപ്സ്യൂളും സീറ്റ എന്താണെന്ന് പഠിപ്പിച്ചു തന്നില്ലേ. ഈ ക്യാപ്സ്യൂളും സീറ്റ അല്ലാതെ ചെറിയൊരു ഭാഗം കൂടെ ഉണ്ടാവും, ഫൂട്ട് എന്ന് പറയും. ഇവിടെ ആയിട്ട് വരും ഏകദേശം, ഫൂട്ട് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതന്നെ ഇവിടെ പറയുന്നത് ലിവർവേർട്സിൻ്റെ കേസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്താ പറയുക, സ്പോറോഫൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഫൂട്ട് ഉണ്ടാവും, സീറ്റ് ഉണ്ടാവും, ക്യാപ്സ്യൂളും ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആയോ? അത് ക്ലിയർ ആയല്ലോ. സിമ്പിൾ. ഇതൊക്കെ നമുക്ക് സ്വന്തം എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. ഈ സ്പോർട്സ് എവിടെയാണ് ഉണ്ടാവുക, അതായത് സ്പോർട്സ് റിലീസ് ചെയ്യുന്ന സാധനം കൊണ്ടാണല്ലോ നമ്മൾ ആ ഒരു ഭാഗത്തിനെ സ്പോറോഫൈറ്റ് എന്ന് വിളിച്ചത്. സ്പോറോഫൈറ്റിൽ നിന്നാണ് സ്പോർട്സ് റിലീസ് ചെയ്യുന്നത്, ഗാമറ്റോഫൈറ്റിൽ നിന്നാണ് ഗാമറ്റ്സ് റിലീസ് ചെയ്യുന്നത്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തൊട്ട് മുന്നത്തെ വീഡിയോ എടുത്തിട്ട് ബ്രയോഫൈറ്റ്സിൻ്റെ റീപ്രൊഡക്ഷൻ സാറുമാക്കി വയ്ക്കുക. ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, കാരണം ഇത് പിന്നീട് കൺഫ്യൂഷൻ ആവാൻ, പിള്ളേർക്ക് കൺഫ്യൂഷൻ വരുന്നൊരു ഭാഗമാണ്. ഞാനൊക്കെ ബൈഹാർട്ട് പഠിച്ച് പോയിട്ടുള്ള ഭാഗമാണ്. അപ്പം നിങ്ങളങ്ങനെ ബൈഹാർട്ട് പഠിക്കരുത്. ബൈഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല, മറന്നു. ഓക്കെ, ഞാനൊക്കെ ഡിഗ്രി ടൈമൊക്കെ ആവുന്ന സമയത്താണ് ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്ന് മനസ്സിലാക്കുന്നത്. സോ ഒരിക്കലും ബൈഹാർട്ട് പഠിച്ച് പോകരുത്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, കഴിഞ്ഞ വീഡിയോയിൽ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബട്ട് ജസ്റ്റ് നോ, മറ്റേടത്ത് നടക്കുന്ന പോലെ തന്നെയാണ്. സ്പോറോഫൈറ്റ് ഉണ്ട്, സ്പോറോഫൈറ്റ് നിന്നാണ് സ്പോർട്സ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ റിലീസ് ചെയ്യുന്നതിന് മുന്നേ സ്പോർട്സ് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്യണ്ടേ? എവിടെയാണ് സ്റ്റോർ ചെയ്യുക? ക്യാപ്സ്യൂളിനകത്ത്. സ്പോറോഫൈറ്റിൻ്റെ മേലെ ഒരു സീറ്റ് ഉണ്ട്, ഒരു ഫൂട്ട് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ കുറച്ചൊരു തടിച്ച ഭാഗം വേണ്ടേ? തടിച്ച ഭാഗം ഏതാ? ക്യാപ്സ്യൂളല്ലേ. സോ അത് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. സ്പോർട്സ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ക്യാപ്സ്യൂളിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. ഈ സ്പോർട്സ് എന്ത് ചെയ്യും? റിലീസാവും. ഈ സ്പോർട്സ് പൊട്ടി മുളച്ചിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, പുതിയ ഗാമറ്റോഫൈറ്റ് ഉണ്ടാകുന്നത്. ഇതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ക്ലിയർ. ഇനി ഞാൻ പറഞ്ഞു അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഞാൻ പറയാതെ വിട്ടൊരാളുണ്ടായിരുന്നു. എന്താ അത്? ജെമ്മെ ബൈ ജെമ്മെ എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളത്, എന്താ ജെമ്മെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കാം എന്താ ജെമ്മെ എന്ന് നമുക്ക് നോക്കിയാലോ. ജെമ്മെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമൊന്നുമില്ല, ബഡ്ഡുകളാണ് ബേസിക്കലി. ഓക്കെ, ബഡ്ഡുകളാണ്. ഈ അതായത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ചെയ്യുന്ന ബഡ്ഡുകളല്ലേ, അതുകൊണ്ട് നമുക്ക് അവരെ അസെക്ഷൽ ബഡ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അസെക്ഷൽ ബഡ്സ് ആണ്. ഏതാ കളറ്? ഗ്രീൻ കളറാണ്. ജെമ്മയിൽ ജി ഇല്ലേ, ഗ്രീനിൽ ജി ഇല്ലേ, സോ ജി. ഓക്കെ, ഗ്രീൻ കളർ ആയിരിക്കും എന്ത്? ജെമ്മ എന്ന് പറയുന്നത്. ജെമ്മ എന്താണ്? അസെക്ഷൽ ബഡ്ഡുകളാണ്, പച്ച കളറാണ്, ഒരു മാനം കൂടെ ഉണ്ട്, മൾട്ടി സെല്ലുലറാണ്. ഓക്കെ, കാരണം ബഡ്ഡുകളല്ലേ, അതിൻ്റെ അകത്തുനിന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടാവണ്ടേ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതല്ലേ, അതിൻ്റെ അകത്ത് പുതിയ പ്ലാന്റ്സ് ഉണ്ടാവണ്ടേ. സോ സിംഗിൾ സെല്ലായിട്ടുള്ള സാധനത്തിൽ നിന്ന് പ്ലാന്റ് ഉണ്ടാവാനാണോ, കുറേ സെല്ലുള്ള സാധനത്തിൽ നിന്ന് പ്ലാന്റ് ഉണ്ടാവാനാണ് എളുപ്പം? കുറേ സെല്ലുള്ള സാധനത്തിൽ നിന്ന് പ്ലാന്റ് ഉണ്ടാവാനാണ് എളുപ്പം. അപ്പോൾ അങ്ങനെ ആലോചിച്ചോ, ഇതെന്താണ്? മൾട്ടി സെല്ലുലാറാണ്. സോ ജെമ്മ എന്ന് പറയുന്നത് ഗ്രീൻ കളേർഡാണ്, മൾട്ടി സെല്ലുലാറാണ്. എന്താ ബേസിക്കലി ഇത് ബഡ്ഡുകളാണ് അല്ലേ, അസെക്ഷൽ ബഡ്ഡുകളാണ് ജെമ്മ എന്ന് പറയുന്നത്. ഈ ജെമ്മ പൊതുവേ കുഞ്ഞായിരിക്കും കേട്ടോ, കുഞ്ഞതായിരിക്കും ബഡ്ഡുകൾ, കുറേ എണ്ണം ഉണ്ടാവും, കുഞ്ഞതായിരിക്കും. അപ്പോൾ ഈ കുഞ്ഞ് ബഡ്സൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി നമ്മളിപ്പം എന്തെങ്കിലും സീക്വൻസസ് ഒക്കെ ഇല്ലേ, നമുക്ക് ഓരോ ഡ്രസ്സിൽ നിന്നൊക്കെ കിട്ടുന്ന സീക്വൻസസോ, അല്ലെങ്കിൽ നമ്മൾ ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് സീക്വൻസസും എന്താ പറയുക ഇതൊക്കെ ഉണ്ടാവും, ബീഡ്സ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മളിങ്ങനെ വലിച്ചു വാരിയിടാണോ ചെയ്യുക? അല്ലല്ലോ, നമ്മളെന്തെങ്കിലും ബോക്സിലൊക്കെ ഇട്ട് വെക്കത്തില്ലേ? അതേപോലെ തന്നെ ജെമ്മയും ഇങ്ങനെ ചെതറിച്ചിടാൻ പറ്റുമോ? ഇല്ലല്ലോ, അത് എവിടെയെങ്കിലുമൊക്കെ ഇട്ട് വെക്കണ്ടേ. അങ്ങനെ ജെമ്മ ഇട്ട് വെക്കുന്ന സാധനമാണ് എന്ന് പറഞ്ഞത് ജെമ്മ കപ്പ്. ഓക്കെ, പ്രത്യേകിച്ച് കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. അല്ലെ ജെമ്മ കപ്സ് എന്ന് പറയുന്നത് എന്താ? ഈ പറഞ്ഞ ജെമ്മ നിലകൊള്ളു ഇട്ട് വെക്കുന്നതെന്ന് പറയത്തില്ല, ബട്ട് ഈ ജെമ്മ എവിടെയാണോ കാണപ്പെടുന്നത് അതിനെ നമ്മൾ ജെമ്മ കപ്സ് എന്നാണ് വിളിക്കുന്നത്. ചെറിയ റിസപ്റ്റൊക്കെ ഒരു കപ്പ് പോലത്തെ സാധനമാണ് ബേസിക്കലി. ഓക്കെ, ചെറുതായിരിക്കും, ബഡ്സ് തന്നെ ചെറുതാണ്, അപ്പോൾ അത് ഇട്ട് വെക്കാൻ ചെറിയ ബോക്സ് പോലെ. സോ ഇതെന്താണ് ജെമ്മ കപ്സ് എന്ന് പറഞ്ഞത്? ഇത് എവിടെയാണ് കാണുക? പ്ലാൻ ബോഡിയിൽ. നിങ്ങൾക്ക് ഫിഗർ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റൈറ്റ് സൈഡിലെ ഫിഗർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഈ കുഞ്ഞു സാധനങ്ങൾ കണ്ടോ, ഇതാണെന്തെന്ന് പറയുന്നത് ജെമ്മ എന്ന് പറയുന്നത് അല്ലേ, ചെറിയ ബഡ്സ്. ഇത് ഇട്ട് വെച്ചിരിക്കുന്ന കപ്പ് പോലത്തെ സാധനങ്ങൾ കണ്ടോ, ഇതാണ് ജെമ്മ കപ്സ് എന്ന് പറയുന്നത്. സോ ജെമ്മയും കണ്ടു, ജെമ്മ കപ്സും കണ്ടു. കോംപ്ലിക്കേഷൻ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ജെമ്മ അല്ലെങ്കിൽ ജെമ്മ കപ്സ് എന്ന് പറയുന്നത്. ഈ എങ്ങനെയാണ് ഇത് റീപ്രൊഡക്ഷനിലേക്ക് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഈ ജെമ്മ കപ്സ് ഇല്ലേ അല്ലെങ്കിൽ ജെമ്മ ഇല്ലേ, അതെന്താവും, നമ്മളെ പ്ലാന്റിൽ നിന്ന് ഡിറ്റാച്ച് ആവും. അതായത്
റിലീസാവും. റിലീസായതിനു ശേഷം ഈ ജെമ്മ എന്ത് ചെയ്യും, ജെർമിനേറ്റ് ചെയ്ത് പുതിയൊരു പ്ലാന്റ് ബോഡി ഉണ്ടാക്കും. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ആ ഒരു ടേം നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. എന്താണ് ജെമ്മ ചോദിക്കാം. നിങ്ങൾക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻസിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, റീപ്രൊഡക്ഷൻ ചോദിക്കാം, അതായത് ബ്രയോഫൈറ്റ്സ് അല്ലെങ്കിൽ ലിവർ വേർഡ്സിൻ്റെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എഴുതിയിട്ട് അതെങ്ങനെയാണെന്ന് എഴുതണം അല്ലേ. ഫ്രാഗ്മെൻറ്റേഷൻ ബൈ ജെമ്മ ഇതൊക്കെ എഴുതണ്ടേ. അപ്പോൾ ജെമ്മ എന്താണെന്ന് എഴുതണ്ടേ, അതാണെന്ന് പറയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ ലിവർ വേർഡ്സ്. സിമ്പിൾ അല്ലേ, കോംപ്ലിക്കേറ്റഡ് ഒന്നും ഇല്ലല്ലോ. ഇനി നമുക്ക് മോസസ് നോക്കിയാലോ. മോസസ് ഇതേപോലെ തന്നെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, സിമ്പിൾ ആൾക്കാരാണ്. എന്താണ് മോസസ്? ഫസ്റ്റ് തന്നെ ഞാൻ ഫിഗർ കാണിച്ചു തരാം. നമ്മൾ മറ്റേടത്ത് കണ്ട പോലെ തന്നെ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഫിഗർ നോക്കാം. ഇപ്പം മനസ്സിലായോ വ്യത്യാസം? വ്യത്യാസമില്ലേ? വ്യത്യാസം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, വ്യത്യാസമുണ്ട് അല്ലേ. കുറച്ചും കൂടി ഒരു ഡെവലപ്ഡ് പോലെ നമുക്ക് കാണാൻ തോന്നുന്നുണ്ട് അല്ലേ. ലിവർ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആൽഗേനൊക്കെ പോലത്തെ സ്ട്രക്ചർ ആണെങ്കിൽ ഇവിടെ അങ്ങനെ ആൽഗേ പോലത്തെ സ്ട്രക്ചർ ഒന്നുമല്ല. ഇവിടെ കുറച്ചും കൂടി ഒരു ബ്രയോഫൈറ്റ് പോലെ തന്നെയുള്ള ഒരു സ്ട്രക്ചറാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് പൊതുവേ മോസസിൻ്റെ ഒരു ജനറൽ പിക്ചർ. പലതരത്തിലുള്ള മോസ് ഞാൻ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു മോസ് ഉണ്ട് ഓൾറെഡി നമ്മൾ ബ്രയോഫൈറ്റ്സിൻ്റെ യൂസസ് അല്ലെങ്കിൽ എന്താ പറയുക എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണെങ്കിലും പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ആൾക്കാർ ആരാണ്? സ്പാഗ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പീറ്റ് മോസ്. അതെന്താണ്? ഒരു മോസിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിവർ വേർഡ്സിന് എക്സാമ്പിളായിട്ട് മാർക്കാൻഷിയ പറഞ്ഞു, റിക്സിയ പറഞ്ഞു അല്ലേ. ഇവിടെ മോസസിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരാളാരാണ്? സ്പാഗ്നം അല്ലേ, ഓൾറെഡി അറിയാം നമുക്ക്. അപ്പോൾ ഇനി നോക്കിയാലോ, ഈ മോസസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. മോസസിലും നമ്മൾ ബ്രയോഫൈറ്റ്സ് പഠിക്കുന്ന പോലെ തന്നെ മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ഗെമറ്റോഫൈറ്റ് ആണ്. അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ഗെമറ്റോഫൈറ്റ് ആണ്. പക്ഷേ ഈ ഗെമറ്റോഫൈറ്റ് സ്റ്റേജ് തന്നെ മോസസിൻ്റെ കേസിൽ 2 വ്യത്യസ്ത സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ മോസസിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോസസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 2 ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. സിമ്പിളാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. പേര് തന്നെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. ആദ്യത്തെ സ്റ്റേജ് ഏതാ? പ്രോട്ടോണിമ സ്റ്റേജ്. ഏതാ? പ്രോട്ടോണിമ സ്റ്റേജ്. ഓക്കെ, പ്രോട്ടോണിമ സ്റ്റേജ് ആണ്. രണ്ടാമത്തെ ഏതാ? ലീഫി സ്റ്റേജ്. ഇങ്ങനെ 2 സ്റ്റേജുകളാണ് നമ്മളെ മോസസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഈ 2 സ്റ്റേജ് എന്താ നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഈ മോസസില്ലേ അവർ കുഞ്ഞതായിരിക്കുമ്പോഴുള്ള സ്റ്റേജാണ് പ്രോട്ടോണിമ സ്റ്റേജ്. അതായത് ബിഗിനിങ് സ്റ്റേജാണ്, ഇനീഷ്യൽ സ്റ്റേജാണ് പ്രോട്ടോണിമ സ്റ്റേജ്, ആദ്യത്തെ സ്റ്റേജാണ്. പിന്നീട് ഈ പ്രോട്ടോണിമ സ്റ്റേജിൽ നിന്നാണ് ലീഫി സ്റ്റേജിലേക്ക് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, പ്രോട്ടോണിമ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സ്പോർ ഉണ്ടെന്ന് വിചാരിച്ചോ. ഇതിപ്പോൾ ഒരു സ്പോർ ആണെന്ന് വിചാരിച്ചോ. ഈ സ്പോർ ജെർമിനേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മുടെ സ്പോറോഫൈറ്റിൽ നിന്ന് ഒബ്വിയസ്ലി അതൊന്നും നിങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, മൈൻഡിൽ ഫിക്സ് ചെയ്യണം. സ്പോറോഫൈറ്റിൽ നിന്ന് എന്ത് ചെയ്തു, സ്പോറ് റിലീസ് ചെയ്തു. ഈ സ്പോറിൽ നിന്നല്ലേ ഗെമറ്റോഫൈറ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഒബ്വിയസ്ലി സ്പോറ് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഗെമറ്റോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ സ്പോർ എന്ത് ചെയ്തു, റിലീസ് ചെയ്തു. ആ സ്പോറാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ സ്പോറിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്, ഗെമറ്റോഫൈറ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതന്നെ ഇവിടെ നടക്കുന്നത്. ഈ ഗെമറ്റോഫൈറ്റ് ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ പ്രോട്ടോണിമ സ്റ്റേജ് ആയിട്ടും ലീഫി സ്റ്റേജ് ആയിട്ടും കാണുന്നത്. ഈ ഗെമറ്റോഫൈറ്റ് ആണ് എന്ത് 2 സ്റ്റേജായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സ്പോറോഫൈറ്റ് വേറെ തന്നെയാണ്. സ്പോറോഫൈറ്റിന് പ്രത്യേകിച്ച് ഡിവിഷനൊന്നുമില്ല. ഇവിടെയും സ്പോറോഫൈറ്റും ഗെമറ്റോഫൈറ്റും ഒക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഈ ഗെമറ്റോഫൈറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, 2 സ്റ്റേജസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, പ്രോട്ടോണിമ സ്റ്റേജും ലീഫി സ്റ്റേജും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, സ്പോർ എന്ന് പറയുന്നത്. അപ്പോൾ സ്പോർ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും പൊട്ടിമുളയ്ക്കും. ഓക്കെ, ജെർമിനേറ്റ് ചെയ്ത് എന്താ പറയുക, ഇങ്ങനെ കുറച്ച് എന്താ പറയുക, എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ക്രീപ്പിംഗ് ആയിട്ടുള്ള, അതായത് സബ്സ്ട്രാറ്റത്തിലൂടെ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന, ഇപ്പോൾ ഇത് സബ്സ്ട്രാറ്റ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, സബ്സ്ട്രാറ്റത്തിലൂടെ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന രീതിയിലുള്ള ചെറിയൊരു എന്താ പറയുക കുറച്ച് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഓക്കെ, ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഇതിനാണ് ഗെമറ്റോഫൈറ്റ് തന്നെയാണ് ബേസിക്കലി. പക്ഷേ ഇങ്ങനെ കുഞ്ഞ് സ്ട്രക്ചറിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അല്ലെങ്കിൽ കുഞ്ഞ് സ്റ്റേജിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രോട്ടോണിമ സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. സോ പ്രോട്ടോണിമ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ഒരു സ്പോറിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റേജാണ് അല്ലേ. അപ്പം പ്രോട്ടോണിമ സ്റ്റേജ് എവിടുന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഡയറക്റ്റ്ലി ഒരു സ്പോറിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്താ, ഇത് ഗ്രീൻ കളേർഡ് ആയിരിക്കും. ഒബ്വിയസ്ലി ഇത് ക്രീപ്പിംഗ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആട്ടോ. കാരണം മറ്റേത് ക്രീപ്പിംഗ് അല്ല. മറ്റേത് ക്രീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിപ്പം നമ്മൾ സബ്സ്ട്രാറ്റ് ആണെങ്കിൽ, ഇത് നമ്മുടെ എന്താ പറയുക പ്രോട്ടോണിമ ആണെങ്കിൽ ഇങ്ങനെ ഇഴഞ്ഞായിരിക്കും പോകുന്നത്. ഓക്കെ, ഈ ഒരു സബ്സ്ട്രാറ്റത്തിനോട് അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും പോകുന്നത്, അല്ലാണ്ട് കുത്തറ നിൽക്കത്തില്ല. ഓക്കെ, ക്രീപ്പിംഗ് ഇങ്ങനെ ഇഴഞ്ഞാണ് പോകുന്നത്. പട്ടാളക്കാരൊക്കെ ഇഴഞ്ഞാണ്ടിട്ടില്ലേ, അതേപോലെ. സോ എന്താണ്, ക്രീപ്പിംഗ് ആണ്. ഓൾസോ ഗ്രീൻ കളേർഡ് ആണ്. പിന്നെ ഞാൻ വരച്ച പിക്ചറിൽ ഇതിപ്പോൾ റെഡ് പെൻ കൊണ്ടാണ് വരച്ചത്. ബട്ട് ബേസിക്കലി ഇറ്റ്സ് ഗ്രീൻ ഇൻ കളർ. ആൻഡ് എന്താണ്, ബ്രാഞ്ച്ഡ് ആണ്. ഓക്കെ, ഒബ്വിയസ്ലി പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ബ്രാഞ്ചസ് ഉണ്ട്. അതേപോലെ തന്നെ ഫിലമെൻറ്റസ് ആണ്. അതായത് നീണ്ടിട്ട് ഇങ്ങനെ ഫിലമെൻറ്റുകൾ പോലെയാണ് എന്ത് ചെയ്യുക, ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ ആലോചിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പ്രോട്ടോണിമ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്പോറിൽ നിന്ന് ഡയറക്റ്റ്ലി വരുന്ന സ്റ്റേജാണ്. പച്ച കളറാണ് ഉണ്ടാവുക, ബ്രാഞ്ച്ഡ് ആയിരിക്കും, ഇഴഞ്ഞാണ് പോവുക, ക്രീപ്പിംഗ് ആയിരിക്കും. മോസ്റ്റ്ലി ഫിലമെൻറ്റസും ആയിരിക്കും, നീളത്തിൽ ഫിലമെൻറ്റസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇതെന്താണ്, ഫസ്റ്റ് സ്റ്റേജാണ്. ഇത് ഷോർട്ട് ലിവ്ഡ് ആണ്. അതായത് ഇത് വേഗം തന്നെ എന്ത് ചെയ്യും, അടുത്ത സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യും. നമുക്ക് മോസസിന് അധികവും ഈ സ്റ്റേജിൽ അധികവും കാണാൻ പറ്റത്തില്ല. കാരണം
കാരണം ഇത് വളരെ കുറച്ച് സമയം ഈ സ്റ്റേജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, പിന്നീട് എന്ത് സംഭവിക്കും, ലീഫി സ്റ്റേജിലേക്ക് അത് മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോസ്റ്റ്ലി മോസസിനെ നോക്കി കാണുമ്പോൾ നമ്മൾ കാണുന്നത് അവരുടെ ലീഫി സ്റ്റേജിലായിരിക്കും മോസ്റ്റ്ലി. ഓക്കെ, വല്ലപ്പോഴും ഭാഗ്യത്തിന് ഈ സ്റ്റേജ് കണ്ടാലായി. നിങ്ങൾ നോക്കി നോക്കി, ഇനി നിങ്ങൾ ചുറ്റുള്ള മോസസ് നിങ്ങൾ നോക്കി നോക്ക് അവർ ഏത് സ്റ്റേജിലാണ്. ഓക്കെ, അവർ ഈ പറഞ്ഞ പ്രോട്ടോണിമ സ്റ്റേജിലാണ്. പ്രോട്ടോണിമ സ്റ്റേജ് പൊതുവേ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പല കേസിലും അത് മൈക്രോസ്കോപ്പിക് ആണ്, നമ്മൾ കണ്ണുകൊണ്ട് അങ്ങനെ എളുപ്പത്തിൽ കാണാനൊന്നും പറ്റില്ല. ബട്ട് എനിവേസ് നിങ്ങൾ മോസസിനെ നോക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, മോസ്റ്റ്ലി നിങ്ങൾ കാണുന്നത് എന്താണ്, അവരുടെ ലീഫി സ്റ്റേജാണ്. അപ്പോൾ എന്താണ് ലീഫി സ്റ്റേജ്? പ്രോട്ടോണിമ സ്റ്റേജ് നമ്മൾ പറഞ്ഞു. ഇനി എന്താ ലീഫി സ്റ്റേജ് എന്ന് പറയണ്ടേ? ഇങ്ങനെ പ്രോട്ടോണിമ ഉണ്ടായി, പ്രോട്ടോണിമയാണ് ഈ കുഞ്ഞ് സ്ട്രക്ചറിനെയാണ് നമ്മളെന്ന് പറയുന്നത് പ്രോട്ടോണിമ എന്ന് പറയുന്നത്. ഈ ഉണ്ടാവുന്ന പച്ച കളർ സ്ട്രക്ചർ ഉണ്ടല്ലോ, ക്രീപ്പിംഗ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പ്രോട്ടോണിമ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പ്രോട്ടോണിമ എന്ത് ചെയ്യും, ആദ്യം ഉണ്ടാവുന്ന പ്രോട്ടോണിമയാണ് നമ്മൾ പ്രൈമറി പ്രോട്ടോണിമ എന്നൊക്കെ വിളിക്കും. എന്നിട്ട് പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ ബ്രാഞ്ചൊക്കെ ഡെവലപ്പ് ചെയ്ത് സെക്കൻഡറി പ്രോട്ടോണിമയാവും. കോംപ്ലിക്കേറ്റഡ് ഒന്നും ചെയ്യേണ്ട, പ്രോട്ടോണിമ ഉണ്ടെന്ന് ആലോചിക്കാം. ഓക്കെ, ഈ പ്രോട്ടോണിമയിൽ നിന്നാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, നമ്മളെ ലീഫി സ്റ്റേജ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ പ്രോട്ടോണിമ സ്റ്റേജ് ഡെവലപ്പ് ചെയ്തത് നേരെ സ്പോറിൽ നിന്നായിരുന്നു അല്ലേ? പക്ഷേ ലീഫി സ്റ്റേജ് സ്പോറിൽ നിന്നാണോ വരുന്നത്? അല്ല, ലീഫി സ്റ്റേജ് എവിടെ നിന്നാണ് വരുന്നത്? പ്രോട്ടോണിമ എന്നാണ്. കാരണം ഓൾറെഡി പ്രോട്ടോണിമ അവിടെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ അന്ന് ഡെവലപ്പ് ചെയ്താൽ പോരെ, സിമ്പിൾ. അതന്നെ, ലീഫി സ്റ്റേജ് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? പ്രോട്ടോണിമ എന്നാണ്, അല്ലെ സിംപ്ലി സെയിങ് സെക്കൻഡറി പ്രോട്ടോണിമ എന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ബഡിൻ്റെ ഫോമിലാണ് ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ ഇതൊരു പ്രോട്ടോണിമ ആണെങ്കിൽ ഇതിലൊരു ബഡിൻ്റെ ഫോമിലാണ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ എന്താ ചെയ്യുക, അത് ഡെവലപ്പ് ആണ് ചെയ്യുക. ഇപ്പോൾ ഇത് കുത്തനെ നിൽക്കുന്ന സ്റ്റേജാണ്, അത് ഇറക്റ്റ് ആണ്. ഓക്കെ, മറ്റേത് എന്തായിരുന്നു, മറ്റേത് ക്രീപ്പിംഗ് ആയിരുന്നു. ഇവിടെ ആണെങ്കിൽ അതെന്താണ്, ഇറക്റ്റ് ആണ്, അല്ലെങ്കിൽ അപ്രൈറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, കുത്തനെ നിൽക്കുന്ന സ്റ്റേജാണ്. അതേപോലെ ഒരു തണ്ട് പോലെയാണ്, എന്തുണ്ടാവും, ലീഫും ഉണ്ടാവും. ലീവ്സ് ഇവരെ മേലെ കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യും, പറ്റും. ഓക്കെ, സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ലീഫി സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലീഫി സ്റ്റേജ് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? പ്രോട്ടോണിമ, സെക്കൻഡറി പ്രോട്ടോണിമ എന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. കുത്തനെ നിൽക്കുന്ന സ്റ്റേജാണ്, നമുക്ക് കണ്ണോടൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്താ, ഒരു സ്ലെൻഡർ ആക്സിസ് ഉണ്ടാവും, ചുറ്റും സ്പൈറൽ ഇങ്ങനെ ചുറ്റും അറേഞ്ച് ചെയ്തിട്ടുള്ള ഫോമിൽ എന്തുണ്ടാവും, ചെറിയ ചെറിയ ലീഫുകൾ ഉണ്ടാവും അല്ലേ, കുഞ്ഞു കുഞ്ഞു ലീഫുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഇവരെ സോയിലിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രയോഫൈറ്റ്സിൻ്റെ കേസിൽ എന്തുണ്ടാവുന്ന പഠിച്ചേ, റൈസോയിഡ്സ് ഉണ്ടാവുമെന്ന് പഠിച്ചില്ലേ? റൂട്ടുകൾ ഉണ്ടാവത്തില്ല, പക്ഷേ റൂട്ട് പോലത്തെ സ്ട്രക്ചർ ഉണ്ടാവും, റൈസോയിഡ്സ് ഉണ്ടാവുമെന്ന് പഠിച്ചില്ലേ? ഇവരെ സോയിൽ, അതായത് ഈ പ്രോട്ടോണിമ, താഴെ കാണുന്ന പ്രോട്ടോണിമ എന്ത് ചെയ്യും, അങ്ങ് പോവും. ഓക്കെ, ഞാൻ പറഞ്ഞു അവർ ഷോർട്ട് ലിവ്ഡ് ആണ്. അപ്പോൾ ഈ താഴെ കാണുന്ന പ്രോട്ടോണിമ അങ്ങ് പോവും. പിന്നെ ഈ സോയിൽ ഇവർക്ക് പിടിച്ച് നിൽക്കണ്ടേ, പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും, റൈസോയിഡ്സ് ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെ റൈസോയിഡ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ ലീഫി സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത്, സെക്സ് ഓർഗൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, പ്രോട്ടോണിമ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് പ്ലാന്റ് ആണ്, ഫസ്റ്റ് സ്റ്റേജാണ്. പ്ലാന്റ് കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോട്ടോണിമ. ക്യൂട്ട് പേര് വിളിക്കണ്ടേ, പ്രോട്ടോണിമ എന്നൊക്കെ വിളിച്ചൂടെ, പ്രോട്ടോണിമ വിളിച്ചൂടെ, വേണമെങ്കിൽ ഷോർട്ടായിട്ട് നിമ എന്നൊക്കെ വിളിക്കാം. ഓക്കെ, അപ്പോൾ പ്രോട്ടോണിമ സ്റ്റേജാണ്, കുഞ്ഞ് സ്റ്റേജാണ്. പിന്നെ ആ പ്ലാന്റ് എന്ത് ചെയ്യും, വലുതാവില്ലേ, വലുതാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അത് കുത്തനെ നിൽക്കാൻ തുടങ്ങും അല്ലേ. ഫസ്റ്റ് കിടക്കല്ലേ ചെയ്യുക കുട്ടികൾ, പിന്നെ എന്ത് ചെയ്യും, നിൽക്കത്തില്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ കുത്തനെ നിൽക്കാൻ വേണ്ടി തുടങ്ങും, അല്ലെ അപ്രൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതിനുശേഷം എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ടും ഡ്രസ്സൊക്കെ ഇടും അല്ലേ. കുഞ്ഞു മക്കൾ എപ്പോഴും ഡ്രസ്സ് ഇടുമോ? ഇല്ല. പക്ഷേ വലുതായി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഡ്രസ്സൊക്കെ ഇടത്തില്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഡ്രസ്സൊക്കെ ഇടും. അതായത് ചുറ്റും എന്തുണ്ടാവും, ലീവ്സ് ഒക്കെ ഉണ്ടാവും. അതിനുശേഷം ഒബ്വിയസ്ലി സെക്സ് ഓർഗൻസ് എന്ത് ചെയ്യും, കുഞ്ഞു പ്ലാന്റിൽ സെക്സ് ഓർഗൻസ് ഉണ്ടാവുമോ? കോമൺ സെൻസ് അല്ലേ, കുഞ്ഞു പ്ലാന്റിൽ സെക്സ് ഓർഗൻസ് ഉണ്ടാകത്തില്ല. വലുതാകുമ്പോഴല്ലേ സെക്സ് ഓർഗൻസ് ഉണ്ടാവുക. ഇവിടെയും ലീഫി സ്റ്റേജിലാണ് സെക്സ് ഓർഗൻസ് ഉള്ളത്. കഴിഞ്ഞോ? പ്രോട്ടോണിമ സ്റ്റേജും ലീഫി സ്റ്റേജും കഴിഞ്ഞോ? എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ? ഇല്ല. ഒരു ഗാമറ്റോഫൈറ്റിൻ്റെ കുഞ്ഞായിരിക്കുമ്പോഴുള്ള സ്റ്റേജിനെ പ്രോട്ടോണിമ എന്ന് വിളിച്ചു, മറ്റേതിനെ ലീഫി എന്ന് വിളിച്ചു, കുറച്ച് ക്യാരക്ടേഴ്സും പറഞ്ഞു, അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇതാണ് 2 സ്റ്റേജസ്. എന്തിൻ്റെ? മോസസിൻ്റെ ഗാമറ്റോഫൈറ്റിൻ്റെ 2 സ്റ്റേജസ് ഇതാണ് നിങ്ങൾക്ക് മോസസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ പഠിക്കാനുള്ളത് ഇതിൻ്റെ റീപ്രൊഡക്ഷനാണ്. പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, സിമ്പിൾ. നമ്മൾ മറ്റേടത്തൊക്കെ പഠിച്ചു തന്ന പോലെ തന്നെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്. എങ്ങനെയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ കാണിക്കുന്നത്? സിമ്പിൾ, ഫ്രാഗ്മെൻറ്റേഷൻ. നമ്മൾ നേരത്തെ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ഫ്രാഗ്മെൻറ്റേഷൻ. പിന്നെ പുതിയൊരു താരം കൂടെ ഉണ്ട്, ബഡ്ഡിങ്. പറയണോ പുതിയതാണോ? അല്ല. നമ്മളെ സെക്കൻഡറി പ്രോട്ടോണിമ ഇല്ലേ, സെക്കൻഡറി പ്രോട്ടോണിമ, ഇതാണ് സെക്കൻഡറി പ്രോട്ടോണിമ എന്ന് വിചാരിച്ചു. സെക്കൻഡറി പ്രോട്ടോണിമയിൽ ഒരു ബഡ് പോലെ ആദ്യം ഫോം ചെയ്യും, എന്നിട്ട് ഈ ബഡിൽ നിന്നല്ലേ നമ്മുടെ ലീഫി സ്റ്റേജൊക്കെ ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് വെച്ചോ, ബഡിൻ്റെ കളികൾ ഇവിടെ ഒബ്വിയസ്ലി ഉണ്ട്. അപ്പോൾ എന്താണ്, ബഡ്ഡിങ് ഒരു ഫോമാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ. അപ്പോൾ ഫ്രാഗ്മെൻറ്റേഷനും ഉണ്ട്, ബഡ്ഡിങ് ഉണ്ട്. ലിവർവേർഡ്സിലെ ബഡ്ഡിങ് ഉണ്ടായിരുന്നോ? ഇല്ല കേട്ടോ, ലിവർവേർഡ്സിലെ ബഡ്ഡിങ് ഇല്ല. ലിവർവേർഡ്സിൽ ആരാ ഉള്ളത്? ജെമ്മയാണ്. അപ്പോൾ ജെമ്മ ഒരു ടൈപ്പ് ഓഫ് ബഡാണ്, ഓക്കെ. പക്ഷേ ഇവിടെ ബഡ്ഡിങ് എന്ന് എഴുതി വെച്ചാൽ സംഭവം പോയി. ഓക്കെ, ലിവർവേർഡ്സിൻ്റെ കേസിലാണ് ജെമ്മ വരുന്നത്. അതിങ്ങനെ ആലോചിച്ചാൽ മതി, LG എന്ന് ആലോചിച്ചാൽ മതി. LG, നമ്മളെ ലൈഫ് ഇസ് ഗുഡ്, LG ഇതില്ലേ, TV-ൻ്റെയും വാഷിംഗ് മെഷീൻ്റെയും ഒക്കെ കമ്പനിയില്ലേ LG എന്താ? L for liverworts. ഓക്കെ, L for liverworts and G for ജെമ്മ. ഇത് നമ്മൾ മാറിപ്പോകത്തില്ല, കാരണം ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം ഓർമ്മ ഉണ്ടാവും. പിന്നെ ഈ ജെമ്മ എന്ന് പറയുമ്പോൾ ഇത് മോസസിലായിരുന്നോ കാണുന്നത്, ലിവർവേർഡ്സിലായിരുന്നോ കാണുന്നത്, ബ്രയോഫൈറ്റ്സിലാണ് കാണുന്നതെന്ന് പോലും ചിലർക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഇതിന് ടെറിഡോഫൈറ്റ്സ് പോയി എഴുതി വെക്കരുത്. ഓക്കെ, LG ലിവർവേർഡ്സിലാണ് എന്ത് കാണുന്നത്, ജെമ്മയെ കാണുന്നത്.
അപ്പോൾ വെജിറ്റേറ്റീവ് ഞാൻ ജസ്റ്റ് പറഞ്ഞൊന്നുമല്ലോ കേട്ടോ, കോഡ് പോലെ ആലോചിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം എന്ത് കഴിഞ്ഞു, ഇവരുടെ എന്ത് കഴിഞ്ഞു, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞു. ഇനി എന്താ പറയാനുള്ളത്, സെക്ഷൽ റീപ്രൊഡക്ഷൻ പറയാനുണ്ട്. ആരത് ഇപ്പോൾ പറയുന്നത്, മോസസിൻ്റെ. ഇതും കൂടെ പറഞ്ഞാൽ മോസസ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഒബ്വിയസ്ലി സെക്സ് എങ്ങനെ നടക്കുക, മെയിൽ ഓർഗനും ഉണ്ടാവും ഫീമെയിൽ ഓർഗനും ഉണ്ടാവില്ലേ. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ 2 പേരൻറ്റ് ഇൻവോൾവ് ആവണ്ടേ. മെയിൽ പേരൻറ്റും ഉണ്ടാവും ഫീമെയിൽ പേരൻറ്റും ഉണ്ടാവും. മെയിൽ ഓർഗനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്ത്രീഡിയ. ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ആന്തർ എന്ന് എഴുതുക, ഞാൻ തന്നെ പഠിപ്പിച്ചത് അല്ലേ. ആന്തർ എന്ന് എഴുതുക, പിന്നെ എന്ത് ചെയ്യുക, ഇഡിയ ഇടുക, ആന്ത്രീഡിയ. ഓക്കെ, ആന്ത്രീഡിയ. പിന്നെന്ത് ചെയ്യുക, ആർക്കിഗോണിയ. അപ്പോൾ ആന്ത്രീഡിയ എന്ന് പറയുന്നത് എന്താണ്, മെയിൽ സെക്സ് ഓർഗനാണ്. ആർക്കിഗോണിയ എന്ന് പറയുന്നത് എന്താണ്, ഫീമെയിൽ സെക്സ് ഓർഗനാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം ഇതാണ് മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, മെയിൽ സെക്സ് ഓർഗനിൽ സ്വാഭാവികമായിട്ടും മെയിൽ ഗ്യാമറ്റ്സ് വരും, അല്ലെങ്കിൽ ആന്ത്രീഡിയയിൽ എന്ത് വരും, മെയിൽ ഗ്യാമറ്റ്സ് വരും. ആർക്കിഗോണിൽ എന്ത് ചെയ്യും, ഫീമെയിൽ ഗ്യാമറ്റ്സ് വരും. ഇവ രണ്ടിനും കൂടെ ഫ്യൂസ് ചെയ്യത്തില്ലേ, ഇതിനല്ലേ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫെർട്ടിലൈസേഷന് ശേഷം എന്ത് വരും, സൈഗോട്ട് വരൂലേ. സൈഗോട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഫുൾ പ്ലാന്റ് ആവുകയാണോ ചെയ്യുക, ബ്രയോഫൈറ്റ്സിൻ്റെ കേസിൽ അങ്ങനെയല്ല അല്ലേ. സൈഗോട്ട് എന്താവും, സ്പോറോഫൈറ്റ് ആയിട്ട് മാറൂലേ. ഈ അല്ലേ, നമ്മൾ ഇത്രയും നേരം അങ്ങനെയല്ലോ പഠിച്ചേ ബ്രയോഫൈറ്റ്സിൽ. ബ്രയോഫൈറ്റ്സിൽ എന്താ പഠിച്ചേ, ഗാമറ്റോഫൈറ്റ് ഉണ്ടാവും. ഗാമറ്റോഫൈറ്റിൽ അല്ലെങ്കിൽ ഇവിടെ പറയുകയാണെങ്കിൽ ലീഫി സ്റ്റേജ് ഉണ്ടാവും. ലീഫി സ്റ്റേജിൽ എന്ത് സംഭവിക്കും, സെക്സ് ഓർഗൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഏതൊക്കെയാണ് സെക്സ് ഓർഗൻസ്, ആന്ത്രീഡിയ ഉണ്ടാവും, ആർക്കിഗോണിയ ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് നിന്ന് ഗാമറ്റുകൾ റിലീസ് ചെയ്യൂലേ, അതുകൊണ്ടല്ലോ ഗാമറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഗാമറ്റുകൾ റിലീസ് ചെയ്താൽ ഗാമറ്റ്സ് എന്ത് ചെയ്യും, ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്താൽ സംഭവിക്കും, ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ഫ്യൂസ് ചെയ്തതിന് ശേഷം എന്താ ഉണ്ടാവുക, സൈഗോട്ട് എന്നല്ലേ സ്പോറോഫൈറ്റ് ഉണ്ടാവുന്നത് അല്ലേ. ഇവിടെയും അത് തന്നെയാണ്, സൈഗോട്ടിന് എന്ത് ചെയ്യും, സ്പോറോഫൈറ്റ് ഉണ്ടാവും. സ്പോറോഫൈറ്റിന് ഇവിടെയും എന്തുണ്ട്, ഫൂട്ട് ഉണ്ട്, സീറ്റ് ഉണ്ട്, ക്യാപ്സ്യൂൾ ഉണ്ട്. ലിവർവേർട്ടിലും ഫൂട്ട് സീറ്റ ക്യാപ്സ്യൂൾ ഉണ്ടായിരുന്നു, ഇവിടെയും ഫൂട്ട് സീറ്റ ക്യാപ്സ്യൂൾ ഉണ്ട്. ക്ലിയർ ആണോ. ഈ സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുഡ് സിറ്റ ക്യാപ്സ്യൂൾ രണ്ടിലുണ്ട്. പക്ഷേ ഒബ്വിയസ്ലി ഈ പറഞ്ഞ ലിവർവേർഡ്സിലുള്ളതിനെക്കാട്ടും കുറച്ചും കൂടി ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സ്പോറോഫൈറ്റുകളാണ് ഇവിടെ ഉണ്ടാവുക, ഈ പറഞ്ഞ മോസസിലുണ്ടാവുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് മോസസിൻ്റെ പിക്ചർ നോക്കിയില്ലേ, അത് നമ്മൾ കാണുന്നത് എന്താ, സ്പോറോഫൈറ്റാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് മോസസിൻ്റെ പിക്ചർ നോക്കിയ സമയത്ത് ഈ കാണുന്ന ഭാഗങ്ങൾ എന്താ, ഇതിൻ്റെ ക്യാപ്സ്യൂളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, നിങ്ങളെ എന്താ ഈ പച്ച സാധനം കാണുന്നത് എന്താ, ഇതിൻ്റെ ക്യാപ്സ്യൂളാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ തണ്ട് പോലത്തെ സാധനം എന്താ, ഇതിൻ്റെ സീറ്റയാണ്. ഓക്കെ, ഫൂട്ട് താഴെ എവിടെയെങ്കിലും ഫൂട്ടും ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ കാണുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ സ്പോറോഫൈറ്റ് ആണ്. ഈ താഴെയുള്ള കുഞ്ഞു ഭാഗങ്ങൾ കണ്ടോ, ഞാൻ ഈ സർക്കിൾ ഇട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞു പച്ച കളർ ഭാഗങ്ങളുണ്ടോ, ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മോസ്റ്റ്ലി ഒരു മോസസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ അതിന് മെയിനായിട്ട് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഭാഗം ഏതാണ്, സ്പോറോഫൈറ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ കാണുന്ന വലിയ ഭാഗം എന്താണ്, സ്പോറോഫൈറ്റ് ആണ്. താഴെയാണ് എന്ത് ചെയ്യുക, ഗാമറ്റോഫൈറ്റ് ഉണ്ടാവുക. പക്ഷേ ഈ ഫിഗറിൽ നോക്കിക്കേ, ഈ ഫിഗറിൽ സ്പോറോഫൈറ്റ് ഫോം ചെയ്തിട്ടില്ല അല്ലേ, ഗാമറ്റോഫൈറ്റ്സ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത്. ജസ്റ്റ് പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. സ്പോറോഫൈറ്റ് കുറച്ചും കൂടി എന്താണ്, ഡെവലപ്ഡ് ആണ്. ആരുടെ കേസിൽ, മോസസിൻ്റെ കേസിൽ. ഓക്കെ, ഇനി എന്താ പറയുക, മറ്റേടത്ത് പറഞ്ഞ പോലെ തന്നെ ക്യാപ്സ്യൂളിൽ എന്തുണ്ട്, സ്പോർട്സ് ഉണ്ട്. സ്പോർട്സ് എന്ത് ചെയ്യും, സ്പോർട്സ് റിലീസാവും. സ്പോർട്സിൽ നിന്ന് എന്ത് ചെയ്യും, പുതിയൊരു ഗാമറ്റോഫൈറ്റ് എന്ത് ചെയ്യും, ഫോം ചെയ്യും അല്ലേ. ഈ സ്പോർ ഇങ്ങനെ റിലീസ് ആവാനൊക്കെ വേണ്ടി പ്രത്യേക ടെക്നിക്കൊക്കെ ഉണ്ട് കേട്ടോ ഈ മോസസിന്. ലിവർവേർഡ്സ് പോലെയല്ല, ഇവർ കുറച്ചും കൂടെ ഡെവലപ്ഡ് അല്ലേ. അപ്പോൾ ഇവർക്ക് എന്ത് പ്രത്യേക ടെക്നിക്കൊക്കെ ഉണ്ട് സ്പോർ ഡിസ്പേഴ്സ് ചെയ്യാനും റിലീസ് ചെയ്യാനും ഒക്കെ തന്നെ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആയോ. മറ്റേടത്ത് നമ്മൾ മാർക്കാൻഷിയും റിക്സിയും പറഞ്ഞില്ലായിരുന്നോ. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഒന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചത് സ്പാഗ്നം അല്ലെങ്കിൽ പീറ്റ് മോസ് എന്ന് പറഞ്ഞ ആൾ ഓൾറെഡി പഠിച്ചു. വേറെ 2 എക്സാമ്പിൾ ഉണ്ട്. ആരൊക്കെയാ, ഫിനേരിയയും പോളിട്രിക്കും. ആരാ, ഫിനേരിയ ആൻഡ് പോളിട്രിക്കം. ഇത് രണ്ടും എന്തിൻ്റെ എക്സാമ്പിളാണ്, മോസസിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പം മറ്റേതിൽ ഏതെന്ന് പഠിച്ചത് മാർക്കാൻഷ്യ, റിക്സിയ. റൈമി എന്ന 2 ആൾക്കാർ മാർക്കാൻഷ്യ, റിക്സിയ ലിവർവേർഡ്സിൽ പഠിച്ചു, കഴിഞ്ഞു. ഓക്കെ, ഇവിടെ എന്താണ്, മോസസിൽ ആരൊക്കെയാണ്, ഒന്ന് സ്പാഗ്നം നിങ്ങൾ എന്തായാലും എഴുതും, കാരണം നമ്മൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിക്കുന്നുണ്ട്, എന്തായാലും എഴുതും. പീറ്റ് മോസ് എങ്കിലും എഴുതി വെക്കണം. സ്പാഗ്നം അറിയത്തില്ലെങ്കിൽ പീറ്റ് മോസ് എങ്കിലും എഴുതി വെക്കുക. ഓക്കെ, തെറ്റൂല. പിന്നെ എന്താണ്, ഫിനേരിയ ഉണ്ട്, പോളിട്രിക്കോ ഉണ്ട്. കാണിച്ചു തരാം, ഫോട്ടോ കാണിച്ചു തരാം. ലെഫ്റ്റ് കാണുന്നതാണ് ഫിനേരിയ, റൈറ്റ് കാണുന്നതാണ് പോളിട്രിക്കം. ഇനി ഞാൻ കാണിച്ചു തന്നില്ലാത്തതുകൊണ്ട് നിങ്ങളോട് എന്ത് ചെയ്യണ്ട, മറന്നുകൊണ്ട. ഫിനേരിയ ഉണ്ട്, എന്തുണ്ട്, പോളിട്രിക്കും ഉണ്ട്. ഇത് രണ്ടും എന്തിൻ്റെ എക്സാമ്പിളാണ്, മോസസിൻ്റെ എക്സാമ്പിളാണ്. ക്ലിയർ ആയോ. ഇത്രയേ ഉള്ളൂ ബ്രയോഫൈറ്റ്സ് കഴിഞ്ഞു. ഓക്കെ, ചെറിയൊരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു, ഞാൻ ജസ്റ്റ് പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റീപ്രൊഡക്ഷൻ്റെ കാര്യം പറഞ്ഞു, അവരുടെ സ്ട്രക്ചേഴ്സ് പറഞ്ഞു, ഫോട്ടോ കാണിച്ചു തന്നു, എക്സാമ്പിൾ പറഞ്ഞു അല്ലേ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ അല്ലേ. അപ്പോൾ ആൽഗയും കഴിഞ്ഞു, ബ്രയോഫൈറ്റ്സും കഴിഞ്ഞു. ഇനി ആരൊക്കെ ബാക്കിയുണ്ട്, ടെറിഡോഫൈറ്റ്സും ഉണ്ട്, ജിംനോസ്പേംസും ഉണ്ട്, ആൻജിയോസ്പേംസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തൊരു വലിയ ചാപ്റ്റർ അല്ലേ, ഇത്രയും നേരമായിട്ടും 2 ഗ്രൂപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പൊതുവേ ഈ ആൽഗയും ബ്രയോഫൈറ്റ്സുമാണ് കുറച്ച് വലിയ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ടെറിഡോഫൈറ്റിലൊന്നും എന്തില്ല, ഇത്ര വലിയ എന്താ പറയുക, പഠിക്കാൻ ഇത്ര മാത്രം ഒന്നുമില്ല. ജിംനോസ്പംസിൽ അത്രയും ഇല്ല, ആൻജിയോസ്പംസിൽ തീരെയില്ല. ഓക്കെ, മനസ്സിലായോ. പഠിക്കാൻ കുറേ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എന്തല്ല, ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ,
സിംഗിളായിട്ട് ഓരോരുത്തരെടുത്ത് പഠിക്കാനാണെങ്കിൽ മണിക്കൂറുകളോളം പഠിക്കാൻ വേണ്ടിയിട്ട് സാധനമുണ്ട്. പക്ഷേ നിങ്ങൾക്കിത് ബേസ് അല്ലേ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് മെയിനായിട്ട് പഠിപ്പിക്കുന്ന ബേസ് ഏതൊക്കെയാണ്? ആൽഗയും ബ്രയോഫൈറ്റുമാണ്. ടെറിഡോഫൈറ്റ്, ജിംനോസ്പെർം എന്നൊക്കെ പറയുമ്പോൾ ഓവറായിട്ടൊന്നുമില്ല, ലൈക്ക് ഭയങ്കര ക്ലാസിഫിക്കേഷനോ അങ്ങനത്തെ സാധനമൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ബേസിക്സ്, അതായത് അവരെന്താണ്, അവരെങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ ബേസിക് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ടെറിഡോഫൈറ്റ്സിലേക്ക് പോയാലോ. ടെറിഡോഫൈറ്റ്സ്, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചതിൽ ആൽഗെ ആൻഡ് ബ്രയോഫൈറ്റ്സ് അല്ലേ. ഈ ആൽഗയും ബ്രയോഫൈറ്റ്സും അവരുടെ മെയിൻ പ്ലാൻ ബോഡി ഹാപ്ലോയിഡ് ആയിരുന്നോ ഡിപ്ലോയിഡ് ആയിരുന്നോ? ഇതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അത് ചോദിച്ച് വേണം തുടങ്ങാൻ. കാരണം അത് ചോദിച്ചിട്ടില്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യും, ചിലപ്പം ഈ പ്ലോയിഡ് ചോദിച്ചിട്ടൊരു കൺഫ്യൂഷൻ വരും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പഠിച്ചു തുടങ്ങിയത് ആരാണ്? ആൽഗേനെ പറ്റിയാണ് പഠിച്ചത്. പിന്നെ ആരെ പറ്റി പഠിച്ചു? ബ്രയോഫൈറ്റിനെ പറ്റി പഠിച്ചു. ഇപ്പം നമ്മൾ ആരെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്? ടെറിഡോഫൈറ്റിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. പിന്നെ ആരുണ്ട് നമുക്ക് പഠിക്കാൻ? ഇനി ജിംനോസ്പെർംസ് ഉണ്ട് അല്ലേ. ജിംനോസ്പെർംസ് കഴിഞ്ഞിട്ട് ആരാണുള്ളത്? ആൻജിയോസ്പെർംസ് ഉണ്ട്. ഓക്കെ, കൂൾ. ഈ ആൽഗെ എന്താണ്? ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ? അറിയാലോ. ആൽഗയിലെ കൺഫ്യൂഷൻ ഒന്നും വരാനില്ല. ആൽഗെ ഏറ്റവും പ്രിമിറ്റീവ് ആണ്. സോ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി ഹാപ്ലോയിഡ് അല്ലേ. മെയിൻ പ്ലാൻ ബോഡി എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും, നോ കൺഫ്യൂഷൻ. ബ്രയോഫൈറ്റ്സിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ. കാരണം ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഭാഗമുണ്ട്, അതായത് ഗെമറ്റോഫൈറ്റ് എന്ന് പറയുന്ന ഭാഗം ഹാപ്ലോയിഡ് ആയിരുന്നു. പിന്നെ ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഭാഗം, ഒരു സ്പോറോഫൈറ്റും ഉണ്ട്, ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ളത്. സോ കൺഫ്യൂഷനായി അല്ലേ. ഇത് ഡിപ്ലോയിഡ് ആണോ ഹാപ്ലോയിഡ് ആണോ എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷനായി. കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇതും എന്താണ്? ഹാപ്ലോയിഡ് തന്നെയാണ്. ഓക്കെ, മെയിൻ പ്ലാൻ ബോഡി ഹാപ്ലോയിഡ് ആണ്. സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം അവിടെ വരുന്നുണ്ട്. ചെറിയൊരു ലൈഫിലെ ഒരു ചെറിയ ഭാഗം എന്താണ്? ഡിപ്ലോയിഡ് ആണ് എന്ന് കരുതി നമ്മൾ ഇവർ ഡിപ്ലോയിഡ് എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു കാലം കുറച്ച് വർഷം നമ്മൾ എന്തായിരുന്നു, നമ്മൾ കച്ചറായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഫുൾ അലമ്പായിരുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, നമ്മൾ ഫുൾ അലമ്പായിരുന്നു, ഫുൾ എന്താ പറയുക വികൃതിയായിരുന്നു. നമ്മൾ ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ അങ്ങനെയല്ലേ, നമ്മൾ ഫുൾ കുസൃതി ആയിരിക്കും അല്ലേ. ഫുൾ വികൃതിയായിരുന്നു, പറഞ്ഞാൽ അനുസരിക്കത്തില്ല, ഫുൾ പ്രശ്നമായിരുന്നു. പക്ഷേ ഇന്ന് കരുതി ലൈഫ് ലോങ് നമ്മൾ അങ്ങനെ ആയിരിക്കുമോ? ഇല്ലല്ലോ. സോ ബ്രയോഫൈറ്റ്സിൻ്റെ കേസിൽ അവർ മെജോറിറ്റി ഓഫ് ദ ലൈഫ് അവരെന്താണ്? അവർ ഹാപ്ലോയിഡ് ആണ്. സോ നമ്മളെന്താ വിളിക്കുക? നമ്മൾ അവർ ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ എന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? അവർ ഹാപ്ലോയിഡ് ആണ്. സോ ഇങ്ങനെ ആലോചിച്ചോ, ആദ്യത്തെ രണ്ടാൾക്കാർ എന്താണ്? ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ ടെറിഡോഫൈറ്റ്സ് എന്തായിരിക്കും? ടെറിഡോഫൈറ്റ്സ് ഡിപ്ലോയിഡ് ആട്ടോ. ടെറിഡോഫൈറ്റ്സിൻ്റെ മെയിൻ പ്ലാൻ ബോഡി ഡിപ്ലോയിഡാണ്. കാരണം ഇവിടെയും വരും, നിങ്ങൾ ഈ പറയുന്ന സ്പോറോഫൈറ്റൊക്കെ ഇവിടെയും വരും. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത്. ടെറിഡോഫൈറ്റ്സ് എന്താണ്? ഡിപ്ലോയിഡാണ്. സോ അവിടുന്ന് താഴോട്ടുള്ള ആൾക്കാർ ഞാൻ പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയണോ? വേണ്ട. ജിംനോസ്പെർംസ് എന്താണ്? ഡിപ്ലോയിഡ് ആണ്. ആൻജിയോസ്പെർംസ് ഡിപ്ലോയിഡ് ആണെന്ന് പറയുന്നതിൽ തെറ്റില്ല, പക്ഷേ തെറ്റുണ്ട്. ഓക്കെ, അതായത് ആൻജിയോസ്പെർംസ് ഞാൻ ഡിപ്ലോയിഡ് ആണെന്ന് പറഞ്ഞാൽ തെറ്റില്ല, പക്ഷേ തെറ്റുണ്ട്. എന്താ തെറ്റ്? ആൻജിയോസ്പെർംസ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഇത് മാത്രമല്ല കാണും. നിങ്ങൾക്ക് ട്രിപ്ലോയിഡ്, ടെട്രാപ്ലോയിഡ്, അങ്ങനെ ഹെക്സാപ്ലോയിഡ്, അങ്ങനെ പല രീതിയിൽ ഓരോ പ്ലാന്റ്സ് ഓരോ പോലെയാണ് ആൻജിയോസ്പെർംസിലേക്ക് വരുമ്പോൾ. കാരണം ആൻജിയോസ്പെർംസ് എന്നൊരു ഭയങ്കര വൈഡായിട്ടുള്ളൊരു ഗ്രൂപ്പാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇക്കൊല്ലം പഠിക്കാനില്ല. നിങ്ങൾക്ക് അടുത്ത കൊല്ലം നിങ്ങൾ +2 പോകുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, അതിൻ്റെ വീഡിയോസ് അപ്ലോഡാണ്, ഞാൻ തന്നെയാണ് എടുത്തത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടാവും? ആ ചാപ്റ്റർ എന്ത് ചെയ്യാനുണ്ടാവും? പഠിക്കാനുണ്ടാവും. സിമ്പിളാട്ടോ, ആ ചാപ്റ്ററൊക്കെ നല്ല രസമാണ് പഠിക്കാൻ. ആൻജിയോസ്പെർംസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ ഭയങ്കര രസമുള്ളൊരു ഫാമിലിയാണ് ആൻജിയോസ്പെർംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തില്ല, ഇക്കൊല്ലം ഡീറ്റെയിലായിട്ടൊന്നും പഠിക്കാനില്ല. ഓക്കെ, സമാധാനമായല്ലോ, ഹാപ്പി ആയല്ലോ. ഓക്കെ, സോ ജിംനോസ്പെർംസും ഉണ്ട്, ആൻജിയോസ്പെർംസും ഉണ്ട്. അവർ രണ്ടുപേരും എന്താണ്? ഡിപ്ലോയിഡ് ആണ്. ആൻജിയോസ്പെർംസിൽ ഇങ്ങനെ ആലോചിക്കുക, ഡിപ്ലോയിഡ് മാത്രമല്ല ടെട്രാപ്ലോയിഡ്, പോളിപ്ലോയിഡ് ഒക്കെ കാണും, അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷയത്തിൽ നമ്മൾ തെന്നി മാറുന്നുണ്ടോ? നമുക്ക് ടെറിഡോഫൈറ്റ്സിലേക്കാണ് വരാനുള്ളത്. എന്താണ് ടെറിഡോഫൈറ്റ്സ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി ബ്രയോഫൈറ്റ്സിനേക്കാളും കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത്? അതെ, ബ്രയോഫൈറ്റ്സിനേക്കാളും കുറച്ചും കൂടി ഡെവലപ്ഡ് ആണ്. കുറച്ചും കൂടി ഡെവലപ്ഡ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇവിടുത്തെ ഡെവലപ്മെൻറ്റ്? മെയിൻ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്താ? ആ റെഡ് കളറിൽ എഴുതി വെച്ച സാധനം ഒന്ന് വായിച്ചാൽ നിങ്ങൾ, ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ടു പൊസസ് വാസ്കുലാർ ടിഷ്യൂസ്. അതായത് ഞാൻ ആൽഗയെ പഠിപ്പിച്ചു, ഞാൻ ബ്രയോഫൈറ്റ് പഠിപ്പിച്ചു, എവിടെയെങ്കിലും ഞാൻ സൈലം ഫ്ലോയം എന്ന് പറഞ്ഞ ടേം ഞാൻ യൂസ് ചെയ്തോ? നിങ്ങൾ പറ, ഞാൻ യൂസ് ചെയ്തോ? ഇല്ലല്ലോ. കാരണം എന്താ? ആൽഗയിലും ബ്രയോഫൈറ്റ്സിലും സൈലോ ഫ്ലോയോ ഇല്ല. ഈ സൈലത്തിനെയും ഫ്ലോയത്തിനെയാണ് നമ്മൾ വാസ്കുലാർ ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കാരണം സൈലം വെള്ളം കണ്ടക്ട് ചെയ്യുന്നു, ഫ്ലോയം എന്ത് കണ്ടക്ട് ചെയ്യുന്നു? ഫുഡ് കണ്ടക്ട് ചെയ്യുന്നു, മിനറൽസ് രണ്ടും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എനിവേസ്, ഫ്ലോയം നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? ഫ്ലോയം എന്ത് ചെയ്യുന്നു? ഫുഡ് കണ്ടക്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ സൈലോ ഫ്ലോയോ എന്താണ്? വാസ്കുലാർ ടിഷ്യൂസ് ആണ്. സൈലോ ഫ്ലോയും ഞാൻ ബ്രയോഫൈറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. ആൽഗയെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. കാരണം എന്താ? അവർ ഇത് രണ്ടും ഇല്ല. എവിടെയാണ് ഇത് രണ്ടും തുടങ്ങണേ? വാസ്കുലാർ ടിഷ്യൂസ് ആദ്യമേ ആരില്ല കാണുന്നേ? ടെറിഡോഫൈറ്റ്സിലാണ് കാണുന്നത്. ഓക്കെ, ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത് സൈലോ ഫ്ലോയും കാണുന്ന മാത്രമല്ല, ദേ ആർ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് അല്ലേ. അപ്പോൾ ആൽഗെ എന്ന് പറയുന്നത് മുഴുവനായിട്ട് വെള്ളത്തിലായിരുന്നു, മോസ്റ്റ് പ്രോബ്ലി
ഓക്കെ, മോസ്റ്റ് പ്രോബ്ലി മെജോറിറ്റി ആൽഗി എന്തായിരുന്നു, എക്വാറ്റിക് ആയിരുന്നു. ബ്രയോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ അല്ല, അവർ എക്വാറ്റിക് ആയിരുന്നില്ല അല്ലെ, ബ്രയോഫൈറ്റ്സ് എക്വാറ്റിക് ആയിരുന്നില്ല. പക്ഷേ അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് വേണം, വെള്ളത്തിൻ്റെ സഹായം വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ആംഫീബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്നൊക്കെ വിളിച്ചു. അത് കഴിഞ്ഞ് ടെറിഡോഫൈറ്റ്സിലേക്ക് എത്തി. ഇവിടെ വെള്ളത്തിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഓക്കെ, റീപ്രൊഡ്യൂസ് ചെയ്യാൻ വെള്ളം വേണം, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇവർ കംപ്ലീറ്റ്ലി ടെറസ്ട്രിയലാണ്. മോസ്റ്റ് പ്രോബ്ലി ഇവർ എന്തായിരിക്കും, ടെറസ്ട്രിയൽ ആയിരിക്കും. ഓക്കെ, എല്ലാത്തിലും എക്സെപ്ഷൻസ് ഉണ്ടാവും, ബട്ട് ദീസ് പീപ്പിൾ ആർ മോസ്റ്റ്ലി ടെറസ്ട്രിയൽ. അപ്പോൾ ടെറസ്ട്രിയൽ ആയിട്ട്, ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ എന്താ, ലാൻഡിൽ കാണപ്പെടുന്നത്. ഓക്കെ, ടെറസ്ട്രിയൽ ആയിട്ടുള്ള ആദ്യമായി വാസ്കുലാർ പ്ലാന്റ്സ് കാണുന്ന അല്ലെങ്കിൽ വാസ്കുലാർ ടിഷ്യൂസ് കാണുന്ന പ്ലാന്റ്സ് ഏതാ ടെറിഡോഫൈറ്റ്സാ. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ വരുന്ന പോയിന്റ് എന്ന് തന്നെ പറയുന്നത്. പിന്നെ വേറെയുണ്ട് ഈ ടെറിഡോഫൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെഡിസിനൽ പർപ്പസസ് ഉണ്ട് ഇവർക്ക്. ഓക്കെ, ടെറിഡോഫൈറ്റ്സ് ഒരുപാട് മെഡിസിനൽ പർപ്പസസ്, നമുക്ക് പല മെഡിസിൻസ് ഉണ്ടാക്കാൻ നമ്മൾ പല ടെറിഡോഫൈറ്റ്സിൻ്റെ സഹായം തേടാറുണ്ട്. അതേപോലെ ഓർണമെൻറ്റൽസ് ആയിട്ട് വളർത്താറുണ്ട്. ഞാനിത് ചാപ്റ്റർ തുടങ്ങുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടെറിഡോഫൈറ്റ്സ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു ടെറിഡോഫൈറ്റ് എന്താ പറയുക, ഓർണമെൻറ്റൽ ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓർണമെൻറ്റൽസ് അത് വീട്ടിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, വളർത്താറുണ്ട്. അതേപോലെ എന്താ, പൊതുവേ ടെറിഡോഫൈറ്റ്സ് എവിടെയാണ് കാണപ്പെടുക, ടെറസ്ട്രിയൽ സ്ഥലത്താണ് കാണപ്പെടുക. എന്നാലും എന്താ പറയുക, കുറച്ച് തണുപ്പൊക്കെ ഉള്ള അല്ലെ, കുറച്ച് ഷേഡി ആയിട്ടുള്ള, കുറച്ച് കൂളായിട്ടുള്ള, ഓക്കെ, കുറച്ച് കൂളായിട്ടുള്ള, കുറച്ച് ഡാമ്പ്, അതായത് കുറച്ച് നനഞ്ഞ സ്ഥലങ്ങളിലാണ് കാണപ്പെടുക. എന്ന് എഴുതി വെള്ളം വേണോ, വെള്ളം വേണ്ട. ഞാൻ ഈ ഡാമ്പ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴത്തേക്ക് വെള്ളം വേണമെന്ന് ചിന്തിക്കരുത്. വെള്ളം ഇവർക്ക് ആവശ്യമില്ല. ഓക്കെ, ദേ ഡോണ്ട് നീഡ് വാട്ടർ, ദേ ആർ കംപ്ലീറ്റ്ലി ടെറസ്ട്രിയൽ. ആവശ്യമില്ല ഇൻ ദ സെൻസ്, അതായത് വെള്ളം ഒരു നോർമൽ പ്ലാന്റിന് എങ്ങനെ ആവശ്യമുണ്ടോ അങ്ങനെ ഇവർക്കും ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, ഇവർക്ക് സർവൈവ് ചെയ്യാൻ ഇവർ വെള്ളത്തിൽ ജീവിക്കണം എന്ന് നെസസറി അല്ല. പക്ഷേ ബ്രയോഫൈറ്റ്സിന് അങ്ങനെയായിരുന്നു. ബ്രയോഫൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം റീപ്രൊഡക്ഷന് കുറച്ച് എമൗണ്ട് ഓഫ് വെള്ളം തന്നെ വേണമായിരുന്നു. പക്ഷേ ഇവിടെ ടെറിഡോഫൈറ്റ്സിന് അങ്ങനെയൊന്നുമില്ല. ടെറിഡോഫൈറ്റ്സിന് സാധാ ഒരു മരത്തിനും ഒരു ചെടിക്കും എങ്ങനെ വെള്ളം വേണോ അങ്ങനെ വെള്ളം മതി. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ വെള്ളം ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് വെള്ളമേ വേണ്ട എന്ന് തിരിധരിക്കരുത്. ഓക്കെ, ഇവർക്ക് വെള്ളം വേണം, സാധാ ഒരു ചെടിക്ക് എങ്ങനെ വേണോ അങ്ങനെ മതി. ഓക്കെ, സോ ഇവരെന്താണ്, കൂളായിട്ടുള്ള ഡാംപ് പ്ലേസസിലാണ് കാണപ്പെടുക. ചിലത് എന്താ പറയുക, അത് കുറച്ച് സാൻഡി സോയിൽ, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷൻസിലും ചില ടെറിഡോഫൈറ്റ്സ് എന്ത് ചെയ്യും, സർവൈവ് ചെയ്യും. ഇതാണ് ഇവരെ ഹാബിറ്റാറ്റ്, ഇവരെ പൊതുവേ ഉള്ളൊരു ഇത്. പിന്നെ ഇവരെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഹോസ്റ്റെയിൽസും ഫേൺസും. ഓക്കെ, ഹോസ്റ്റെയിലും ഫേണും. ഓ ഭഗവാനെ, ഇനിയിപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കേണ്ടി വരുമല്ലോ. വേണ്ട, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, താങ്ക് ഗോഡ്. അതെന്താ സിലബസിൽ വെക്കാൻ എനിക്കറിയത്തില്ല. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലിവേർഡ്സും മോസസൊക്കെ പഠിച്ച പോലെ ഹോസ്റ്റെയിൽസും ഫേൺസും നിങ്ങൾക്ക് പഠിക്കാനില്ല. സോ ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ ടെറിഡോഫൈറ്റ്സിനെ പറ്റി ഒരു ഇൻട്രോ കിട്ടിയില്ലേ. ഇനി നമുക്ക് ടെറിഡോഫൈറ്റ്സിൻ്റെ പ്ലാൻ ബോഡി എന്താണ്, ഡിപ്ലോയിഡ് ആണോ ഹാപ്ലോയിഡ് ആണോ എന്നൊക്കെ ഉള്ളത് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്ലാൻ ബോഡി എന്താണ്, ഡിപ്ലോയിഡ് ആണ്. ഡിപ്ലോയിഡ് ആണ് നമ്മൾ എന്താ വിളിക്കുക, സ്പോറോഫൈറ്റ് എന്നല്ലേ വിളിക്കുക. സോ മെയിൻ പ്ലാൻ ബോഡി എന്താണ്, ഡിപ്ലോയിഡ് ആണ്. അതായത് സ്പോറോഫൈറ്റ് ആണ് മെയിൻ പ്ലാൻ ബോഡി. ഗെമറ്റോഫൈറ്റ് ആണ് ആരിലെ പ്ലാൻ ബോഡി ആയിരുന്നു, ഗെമറ്റോഫൈറ്റ് ഏതോ ഒരു ഗ്രൂപ്പിലെ മെയിൻ പ്ലാൻ ബോഡി ആയിരുന്നു. ആരിലായിരുന്നു, ബ്രയോഫൈറ്റ്സിൽ. എടോ, ആൽഗയിലേക്ക് വരുമ്പം ഈ ഗെമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റ് എന്നൊക്കെ ടേംസ് നമ്മൾ യൂസ് ചെയ്തിരുന്നോ, ഇല്ലല്ലോ. ജസ്റ്റ് താലസ് എന്നങ്ങ് പറയല്ലേ ചെയ്തത്. ഇവർ സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരാണ്, ജസ്റ്റ് താലസ് എന്നങ്ങ് പറഞ്ഞു. പക്ഷേ ബ്രയോഫൈറ്റ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഗെമറ്റോഫൈറ്റ് എന്നും സ്പോറോഫൈറ്റ് എന്നുള്ള ടേമുകൾ ഉപയോഗിച്ചു. പക്ഷേ അവിടെ മെയിൻ പ്ലാൻ ബോഡി ഏതാണ്, ഗെമറ്റോഫൈറ്റ് ആണ്. കാരണം എന്തായിരുന്നു, ഹാപ്ലോയിഡ് ആയിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ നേരെ തിരിഞ്ഞു, മെയിൻ പ്ലാൻ ബോഡി ഏതാണ്, സ്പോറോഫൈറ്റ് ആണ്. കാരണം ഇവിടെ എന്താണ്, മെയിൻ പ്ലാൻ ബോഡി എന്താണ്, ഡിപ്ലോയിഡ് ആണ്. ഓക്കെ, സ്പോറോഫൈറ്റ് ആണ്. അതേപോലെ തന്നെ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രയോഫൈറ്റ്സിൽ പ്രോപ്പറായിട്ട് റൂട്ട്, സ്റ്റെം, ലീഫ് അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് റൂട്ടും സ്റ്റെമ്മും ലീഫും ഫോം ചെയ്തു. ബ്രയോഫൈറ്റ്സിൽ അങ്ങനെയല്ല. ബ്രയോഫൈറ്റ്സിൽ റൂട്ട് പോലത്തെ സ്ട്രക്ചർ ഉണ്ടായിരുന്നു, റൈസോയിഡ്സ് എന്നൊക്കെ വിളിച്ചു. സ്റ്റെമ്മ് പോലത്തെ സ്ട്രക്ചർ ഉണ്ടായിരുന്നു, അല്ലേ, ലീഫ് പോലത്തെ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ ട്രൂ ആയിട്ടുള്ള റൂട്ട്, ലീഫ്, സ്റ്റെം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഒരു ചെടീൻ്റെ സ്ട്രക്ചർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതേപോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചെടീൻ്റെ സ്ട്രക്ചർ, ഒരു ടിപ്പിക്കൽ ചെടീൻ്റെ സ്ട്രക്ചർ എന്ത് ചെയ്തു, ഇവിടെ വന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾ അതാണ് ആലോചിക്കേണ്ടത് അല്ലേ. ആൽഗയിൽ നിന്ന് നമ്മൾ ബ്രയോഫൈറ്റ്സിലെത്തി, കുറേ ഡെവലപ്മെൻറ്റ് നമ്മൾ അവിടെ പഠിച്ചു. ബ്രയോഫൈറ്റ്സ് നമ്മളിപ്പോൾ ടെറിഡോഫൈറ്റ്സിൽ എത്തുമ്പോൾ വീണ്ടും എന്താവാണ്, ഡെവലപ്ഡ് ആവാണ് കാര്യങ്ങൾ, അല്ലേ, വീണ്ടും ഇവോൾവ് ചെയ്യാണ് കാര്യങ്ങൾ, അല്ലേ. അപ്പോൾ ഇവിടെ ട്രൂ ആയിട്ടുള്ള റൂട്ടും സ്റ്റെമ്മും ലീഫുകളും എന്ത് ചെയ്തു, ഫോം ചെയ്തു. വാസ്കുലാർ ടിഷ്യൂസ്, അതായത് വാസ്കുലാർ ടിഷ്യൂസ് ഏതൊക്കെയാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഐ വാണ്ട് ടു ലൈക്ക് പുട്ട് ദിസ് ഇൻസൈഡ് യുവർ ഹെഡ്, അവിടെ കിടക്കണം. അതിനായിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. സൈലവും അതേപോലെ തന്നെ എന്താണ്, ഫ്ലോയും ആദ്യമായി കണ്ടത് എവിടെയാണ്, ഈ പറഞ്ഞ ടെറിഡോഫൈറ്റ്സിലാണ്. ഈ ടെറിഡോഫൈറ്റ്സിൽ 2 ടൈപ്പ് ലീഫ് കാണുന്നുണ്ട്. ഓക്കെ, ടെറിഡോഫൈറ്റ്സിന് ലീവ്സും റൂട്ടൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. 2 ടൈപ്പ് ലീഫാണ് കാണുന്നത്. കുഞ്ഞ് ലീവ്സും ഉണ്ട്, വലിയ ലീവ്സും ഉണ്ട്. കുഞ്ഞ് ലീവ്സുള്ള പ്ലാന്റ് നമ്മൾ മൈക്രോഫിൽസ് എന്ന് വിളിക്കും. ഈ ഫിൽ എന്നുള്ള ടേം ഉണ്ടല്ലോ പൊതുവേ, ഈ PHYLL, ഇത് പൊതുവേ ലീഫ് എന്നുള്ള ആ ഒരു സംഭവത്തിനെ ഡെപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേമാണ്. അപ്പോൾ അത് കൺഫ്യൂസ് ആവണ്ട. ഫിൽസ്, അപ്പോൾ ചെറിയ ലീഫുണ്ട്, വലിയ ലീഫുണ്ട്. ചെറിയ ലീഫുള്ളതാണ് നമ്മൾ മൈക്രോഫിൽസ് എന്ന് വിളിച്ചു, വലിയ ലീഫുള്ളതാണ് മെഗാഫിൽസ് എന്ന് വിളിച്ചു. അങ്ങനെ കുഞ്ഞ് ലീവ്സുള്ള ഒരു പ്ലാന്റിൻ്റെ എക്സാമ്പിളാണ്, അല്ലെങ്കിൽ ഒരു ടെറിഡോഫൈറ്റിൻ്റെ എക്സാമ്പിളാണ് സെലാജിനെല്ല എന്ന് പറയുന്നത്. എന്താ എക്സാമ്പിൾ, സെലാജിനെല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് കേട്ടോ സെലാജിനെല്ലയൊക്കെ. നിങ്ങളോട് മറന്നുപോയി, നിങ്ങൾ ടെറിഡോഫൈറ്റ്സ് പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട എക്സാമ്പിളാണ് ആര്, സെലാജിനെല്ല.
ഓക്കെ, സെലാജിനല്ല, ഓർമ്മിച്ച് വയ്ക്കുക. ഇതിൽ എന്താ കുഞ്ഞ് ലീവ്സുള്ള പ്ലാനാണ്, പിക്ചർ കാണിച്ചു തരാൻ പേടിക്കണ്ട. കുഞ്ഞ് ലീവ്സുള്ള പ്ലാനാണ്, അല്ലെങ്കിൽ മൈക്രോ ഫിൽസ് ഉള്ള പ്ലാന്റാണ് സെലാജിനില എന്ന് പറയുന്നത്. പിന്നെ എന്തുണ്ട്, വലിയ ലീവ്സ് ഉള്ളതുണ്ട്, മാക്രോ ഫിൽസ് ഉള്ളതുണ്ട്. എക്സാമ്പിൾ ഏതാണ്, ഫേൺസ്. ഇൻ ജനറൽ ഫേൺസ്, ഫേണുകളുടെ എക്സാമ്പിൾ ഒന്നും പഠിക്കാൻ പോകണ്ട, നെയിംസ് ഒന്നും പഠിക്കാൻ പോകണ്ട. ഇൻ ജനറൽ ഫേൺസിൽ നിന്ന് എന്ത് ചെയ്യുക, അങ്ങ് ആലോചിച്ച് വെക്കുക. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിക്കണം. ഓക്കെ, കാരണം അത് കുറച്ച് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ള സാധനമാണ്. സോ ജസ്റ്റ് സ്റ്റിക്ക് വിത്ത് മീ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, വൃത്തിക്ക് പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, അത് പറയുന്നതിന് മുന്നേ ഐ ജസ്റ്റ് ഷോ യു ദ പിക്ചർ ഓഫ് സെലാജിനല്ല, നമ്മുടെ താരം അല്ലെ, നമ്മുടെ കുഞ്ഞ് ലീഫ്, നമ്മുടെ മൈക്രോ ഫിൽസ് കാണുന്ന സെലാജിനല്ലാണ് ആര്, സോറി മൈക്രോ ഫിൽസ് കാണുന്ന പ്ലാന്റ് ആണ് ആര്, സെലാജിനല്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓക്കെ അറിയാം, കുഞ്ഞു കുഞ്ഞ് ലീവ്സ് അല്ലേ കാണുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. ഞാൻ പറഞ്ഞു ഒരു കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു അല്ലേ, ആ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സ്റ്റേ വിത്ത് മീ ആൻഡ് ലിസൺ ടു മീ. ഞാൻ വരയ്ക്കുന്ന കാര്യം ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കറിയാം സ്പോറോഫൈറ്റ് ആണ് ഇവരെ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, ഇല്ല. എന്തുകൊണ്ടാണ് സ്പോറോഫൈറ്റ് എന്ന് വിളിച്ചത്? ഡിപ്ലോയിഡ് ആയതുകൊണ്ടാണ്. ഓക്കെ, പക്ഷേ വേറെന്തൊരു കാരണം കൂടി ഇല്ലേ, സ്പോറുകൾ റിലീസ് ചെയ്യുന്നുണ്ട്. എടോ, സ്പോറുകൾ റിലീസ് ചെയ്യുന്ന ആൾക്കാരായല്ലേ നമ്മൾ, അല്ലെങ്കിൽ ബോഡി പാർട്ടല്ലേ, അല്ലെങ്കിൽ ആ ഒരു ബോഡീനല്ലേ നമ്മളെന്ന് വിളിക്കുന്നത് സ്പോറോഫൈറ്റ് എന്ന് വിളിക്കുന്നത്, ആ ഒരു സ്റ്റേജിനെ. അല്ലെങ്കിൽ ഈ സെക്സ് ഓർഗൻസും ഗാമറ്റ്സും ഒക്കെ ആണെങ്കിൽ നമ്മളൊരു ഗാമറ്റോഫൈറ്റ് എന്നല്ലേ വിളിക്കുക. അപ്പോൾ സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ സ്പോറ് വെച്ചുള്ള പരിപാടിയാണെന്ന് ഏത് ചെറിയ കുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു 8ാം ക്ലാസ്സിലെ കുട്ടിയോട് ചോദിക്കുകയാണ് സ്പോറോഫൈറ്റ് സ്പോറും തമ്മിൽ ബന്ധമുണ്ടോ ചോദിച്ചാൽ ആ കുട്ടി പറയും ഉണ്ടെന്ന് പറയും. ഒന്നും അറിയില്ലെങ്കിൽ ആ കുട്ടി പറയുന്നുണ്ട്, കാരണം പേര് തന്നെ ഉണ്ട്, സ്പോറോഫൈറ്റിൻ്റെ പേര് തന്നെ എന്തുണ്ട്, സ്പോർട്സ് എന്ന് പറഞ്ഞ ടേം ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ സ്പോറുകൾ റിലീസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ റിലീസ് ചെയ്യുന്നതിന് മുന്നേ സ്പോറുകൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്യണ്ടേ, ഇവിടെ ഫേവറബിൾ കണ്ടീഷൻ, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ബ്രയോഫൈറ്റ്സിൽ ഞാൻ ഇതേ പോയിൻ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോഴാണ് സ്പോറുകൾ റിലീസ് ചെയ്യുക. അപ്പോൾ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ഇത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കേണ്ടേ, എവിടെയാണ് സ്റ്റോർ ചെയ്യുക, സ്പോറുകൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം സ്പൊറാഞ്ചിയ പറഞ്ഞു തന്നിട്ടാണ്. ബ്രയോഫൈറ്റ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ, ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് ഇവിടെയും. ടേംസ് ഒക്കെ സിമിലർ തന്നെയാണ്, പുതിയ ടേംസ് ഒന്നുമല്ല, ഓൾമോസ്റ്റ് സെയിം ടേംസ് ആണ്. പക്ഷേ എൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെയാണ് കുറച്ച് വ്യത്യാസമുള്ളത്. ഞാൻ ജസ്റ്റ് പറഞ്ഞു വെക്കുകയാണ്. ഓക്കെ, എന്താ പറഞ്ഞു വെച്ചത്, ഇപ്പം സ്പോറോഫൈറ്റ് ഉണ്ട്. ഓക്കെ, സ്പോറോഫൈറ്റ് എന്നാണ് സ്പോർ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, റിലീസ് ചെയ്യുന്നതിൻ്റെ മുന്നേ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്യണം. എവിടെയാണ് സ്റ്റോർ ചെയ്യുക, സ്പൊറാഞ്ചിയയിലാണ് സ്റ്റോർ ചെയ്യുക. കിട്ടിയോ? ഇത് ഞാനൊന്ന് വരച്ചോട്ടെ, പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ വരയ്ക്കുക. ഞാൻ എൻ്റെ ഡ്രോയിങ് ആണ്, സോ വലിയ നിങ്ങൾ എക്സ്പെക്റ്റേഷൻസ് ഒന്നും വെക്കരുത്. ഓക്കെ, അപ്പം ഫസ്റ്റിനാണ് ഞാൻ എന്താ വരയ്ക്കുന്നത്, സ്പൊറാഞ്ചിയാണ് വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഇതെന്താ സ്പൊറാഞ്ചിയ, സ്പോറുകൾ സ്റ്റോർ ചെയ്യുന്ന സ്പൊറാഞ്ചിയാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. പ്രശ്നമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് ആർക്കും, എല്ലാ അടിപൊളിയല്ലേ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ ഒന്നുമല്ല. നിങ്ങൾ ജസ്റ്റ് ഇത് വായിച്ച് നിങ്ങൾ വീഡിയോസ് 2 പ്രാവശ്യം കണ്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടണം. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ടഫായിട്ടൊക്കെ തോന്നും. പക്ഷേ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചാപ്റ്റർ എന്താണ്, സിമ്പിളാണ്. ഓക്കെ, ഞാൻ സ്പൊറാഞ്ചിയ വരച്ചു. ഇനി കുറച്ച് സ്പോറുകൾ വരയ്ക്കാം. അല്ല, സ്പോറുകൾ വരയ്ക്കാൻ ഞാൻ പണ്ടേ മഞ്ഞ കളറൊക്കെയാണ് യൂസ് ചെയ്യുക. ഈ പോളൻ ഗ്രീനും സ്പോറൊക്കെ വരയ്ക്കാൻ എനിക്ക് മഞ്ഞ കളറാണ് അടിപൊളിയെന്ന് തോന്നുന്നത്. സോ എന്തുണ്ട്, ഇതിനകത്ത് ആരുണ്ട്, സ്പോർട്സ് ഉണ്ട്. ഓക്കെ, ആരുണ്ട്, സ്പോർട്സ് ഉണ്ട്. ഒബ്വിയസ്ലി സ്പൊറാഞ്ചിയൻ്റെ അകത്ത് പിന്നെ സ്പോർട്സ് അല്ലാണ്ട് ഗാമറ്റ്സ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സ്പോർട്സ് ഉണ്ട്. കുറച്ച് ടൈം എടുത്താലും സാരമില്ല, ഞാൻ നിങ്ങൾ പഠിപ്പിച്ചേ പോകുള്ളൂ. കാരണം ഇത് നിങ്ങൾ ബൈഹാർട്ട് പഠിച്ച് പോകരുതെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഇതും ഞാൻ ബൈഹാർട്ട് പഠിച്ച് പോയ സാധനം പണ്ട്. ഞാൻ ബൈഹാർട്ട് പഠിച്ച് പോയ സാധനം ഒന്നും നിങ്ങളെ ഞാൻ ബൈഹാർട്ട് പഠിക്കാൻ സമ്മതിക്കില്ല. കാരണം എന്താ, മറന്നു. അതുകൊണ്ടാണ് കേട്ടോ, എക്സാമിന് എഴുതാൻ പറ്റത്തില്ല. എക്സാം ഹാളിൽ ഇരിക്കുമ്പം എന്ത് സ്പോർ വന്നിട്ടുണ്ട്, കാരണം എല്ലാം കൂടി ഒരു അവിയൽ പരിവാവും. അപ്പം പിന്നെ നമ്മൾ ഈ ചാപ്റ്ററേ അങ്ങ് വിടും, പ്ലാൻ കിങ്ഡം വേണ്ടാന്ന് പറഞ്ഞ് അങ്ങ് വിടും. പക്ഷേ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാപ്റ്റർ വേറെ ഇല്ല. ഓക്കെ, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കണം എന്ന് ജെന്യൂൻ ആയിട്ടുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഇരുന്ന് വരയ്ക്കണേ. ഓക്കെ, ഐ ആം സോ ലേസി ടു ഡ്രോ. എനിക്ക് വരയ്ക്കുന്ന ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരയ്ക്കണം. സ്പോർട്സ് വരച്ചു, സ്പൊറാഞ്ചിയ വരച്ചു. ഈ സ്പൊറാഞ്ചിയ എന്ന് പറയുന്നത് ചുമ്മാ ഇങ്ങനെ നിൽക്കുകയല്ല ചെയ്യുക. സ്പൊറാഞ്ചിയ നിൽക്കുക ലീഫുകളുടെ മേലെയാണ്. ഓക്കെ, ലീഫുകളെ നമ്മൾ എന്തോ വിളിച്ചായിരുന്നല്ലോ നേരത്തെ, ഫിൽസ് അല്ലേ, ഫിൽസ്. ഓക്കെ, സ്പോറുകൾ അല്ലെങ്കിൽ സ്പൊറാഞ്ചിയ നിൽക്കുന്ന ലീഫിനെ നമ്മൾ വേറെ പേര് വിളിക്കും. എന്താ, സ്പോറോഫിൽസ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഓക്കെ, ഐ എം ഹാവിങ് എ പ്രോബ്ലം വിത്ത് മൈ പെൻ. കട്ടി കൂടി പോയിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്താ വിളിക്കുക? സ്പോറോഫിൽസ് എന്നാണ് വിളിക്കുക. ലീഫുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സ്പോറോഫിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ത് ലീഫുകളെയാണ് സ്പോറോഫിൽസ് എന്ന് വിളിക്കുക? ഈ സ്പൊറാഞ്ചിയ ഏത് ലീഫുകളുടെ മേലെയാണോ നിൽക്കുന്നത് ആ ലീഫുകളെയാണ് നമ്മൾ സ്പോറോഫിൽസ് എന്ന് വിളിക്കുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഈ ലീഫുകൾ വരയ്ക്കാൻ പോവാം കേട്ടോ. ഇതാ, ഇതൊരു ലീഫ്. ഓക്കെ, ഇത് 2ാമത്തെ ലീഫ്. ഓക്കെ, ഇത് 3ാമത്തെ ലീഫ്.
again ഞാൻ പറയണം, ഐ എം നോട്ട് സോ ഗുഡ് അറ്റ് ഡ്രോയിങ്, പക്ഷേ സ്റ്റിക്ക് വിത്ത് മീ, നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായാൽ മതി. ഇതാണ് എന്തെന്ന് പറയുന്നത്, 4 ലീഫ് നമ്മൾ വരച്ചു. ഓക്കെ, 4 ലീഫ് എന്നല്ല, ഒരുപാട് ലീഫ് ഉണ്ടാവും. ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക എന്തുണ്ട്, ലീഫുകളുണ്ട് അല്ലെങ്കിൽ സ്പോറോഫില്ലുകളുണ്ടെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെ 4 സ്പോറോഫില്ലാണോ ഉണ്ടാവുക? അല്ല, ഒരുപാട് സ്പോറോഫിൽ ഉണ്ടാവില്ലേ. അങ്ങനെ സ്പോറോഫില്ലുകൾ ഞാൻ വരച്ചുകൊണ്ടേ ഇരിക്കാൻ പോവാണേ. സ്പോറോഫില്ലുകൾ ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. പച്ച കളറാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത്. സ്പോറോഫിൽ ഇങ്ങനെ വരച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വരച്ച് ഒരുപാടുണ്ടാവും കേട്ടോ, ഒരുപാട് ഇലകളുണ്ടാവും. ആ ഇലകളുടെ മേലെ എന്തുണ്ടാവും? ഒബ്വിയസ്ലി സ്പൊറാഞ്ചി ഉണ്ടാവും. സ്പൊറാഞ്ചിൻ്റെ അകത്ത് എന്തുണ്ടാവും? സ്പോർസ് ഉണ്ടാവും. അങ്ങനെ സ്പോറോഫിൽ കുറേ വരച്ച് കുറേ സ്പോറോഫില്ലായി. ഓക്കെ, കുറേ സ്പോറോഫില്ലായില്ലേ? ഇപ്പോൾ ഇത് കണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് കണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇതൊരു ഒരു 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 എന്താ പറയുക, ഒരു റൗണ്ട് പോലെ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ഗ്ലോബ് പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷേപ്പ്, ഒരു റൗണ്ട്, ഒരു കൺസ്ട്രക്റ്റഡ് ഷേപ്പ് പോലെ ആയിട്ടുണ്ടോ? ഇല്ലേ? ഇതെല്ലാം കൂടെ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ കുറേ ലീഫ് വന്ന് ഈ ലീഫുകളെല്ലാം ഒരു സെറ്റ് പോലെ ആവൂലേ, ഒരു കൂട്ടമാവൂലേ? അപ്പം നമ്മളവരെ എന്താ വിളിക്കുക? എന്തെങ്കിലും ഒന്ന് വിളിക്കണമല്ലോ. എന്താ വിളിക്കുക? അപ്പം നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് സ്ട്രോബിലസ്. എന്താ വിളിക്കുക? സ്ട്രോബിലസ് അല്ലെങ്കിൽ കോൺ എന്നാണ് നമ്മൾ വിളിക്കുക. 2 ടേമാണുള്ളത്, സ്ട്രോബിലസും അതേപോലെ തന്നെ കോണും. അപ്പോൾ സ്ട്രോബിലസ് അല്ലെങ്കിൽ കോൺസ് എന്നാണ്, കോൺസ് അല്ലെ സ്ട്രോബിലായി അല്ലെങ്കിൽ കോൺസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്പോറോഫിൽസിനെ വിളിക്കുക. ഓക്കെ, കത്തിയോ? ഇതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഇത്രേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് ഇംഗ്ലീഷിലൊന്ന് നോക്കിയാലോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. ചുമ്മാ ആലോചിച്ചോ. ദി സ്പോറോഫൈറ്റ്സ് ബെയർ സ്പൊറാഞ്ചിയ. ഓക്കെ, കിട്ടിയില്ലേ? സ്പോറോഫൈറ്റ്സിൽ സ്പൊറാഞ്ചിയ ഉണ്ടാവും. ഓക്കെ, സ്പൊറാഞ്ചിയ എവിടെ ഉണ്ടാവുക? ലീഫ് ലൈക്ക് അപ്പൻഡേജസ് കോൾഡ് സ്പോറോഫിൽസ്. ഓക്കെ, സ്പൊറാഞ്ചിയ എവിടെ ഉണ്ടാവുക? ലീഫ് പോലത്തെ സ്ട്രക്ചറിൻ്റെ മേലാലുണ്ടാവുക. ആ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് ചെയ്തു? സ്പോറോഫിൽസ് എന്ന് വിളിച്ചു. ക്ലിയർ ആയല്ലോ? സ്പൊറാഞ്ചിയും പറഞ്ഞു, സ്പോറോഫിലും പറഞ്ഞു. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഈ സ്പോറോഫിൽസ് എന്ത് ചെയ്യും? അല്ല, കുറേ സ്പോറോഫിൽസ് ആവുന്ന സമയത്ത് ഇവർ കുറച്ച് കോമ്പാക്റ്റ് ആയിട്ടുള്ള, കുറച്ച് കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള, കുറച്ച് ഇങ്ങനെ അല്ലേ, കോമ്പാക്റ്റ് എന്നല്ലാണ്ട് ഇനി വേറൊരു വേർഡില്ല, കുറച്ച് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. കുറേ സ്പോറോഫിൽസ് ചേർന്ന് ഒരു കൂട്ടം പോലെ നിന്നിട്ട് ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഫോം ചെയ്യും. അങ്ങനത്തെ സ്ട്രക്ചറിനെയാണ് സ്ട്രോബിലായി അല്ലെങ്കിൽ കോൺസ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. സ്ട്രോബിലസ് സിംഗുലറാണ്, സ്ട്രോബിലായി പ്ലൂറലാണ്. ഓക്കെ, സ്ട്രോബിലായി അല്ലെങ്കിൽ കോൺസ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. എന്തെങ്കിലും കൺഫ്യൂഷൻ ആയിട്ടുള്ള സാധനം വന്നോ? ഇല്ല. ഞാൻ വൃത്തിക്കല്ലെങ്കിലും ഞാൻ വരച്ച് പഠിപ്പിച്ചെന്ന സാധനമല്ലേ? മനസ്സിലായല്ലോ? എവിടെയാണ് കാണപ്പെടുക? സെലാജിനല്ല പോലത്തെ, സെലാജിനല്ല ടെറിഡോഫൈറ്റ് അല്ലേ? അതേപോലെ വേറെ ടെറിഡോഫൈറ്റ് നോക്കിക്കോ, ഇക്വിസിറ്റം വേറൊരു എക്സാമ്പിളാണ് കേട്ടോ. ടെറിഡോഫൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് സെലാജിനല്ല, ഇക്വിസിറ്റം ഒക്കെ. അപ്പോൾ സെലാജിനല്ലയിലും ഇക്വിസിറ്റത്തിലൊക്കെ ഈ പറഞ്ഞ കോൺസ് കാണുന്നുണ്ട്. സോ എന്താണ് കോൺസ് അല്ലെങ്കിൽ എന്താണ് സ്ട്രോബിലസ് എന്ന് വെച്ചാൽ നിങ്ങളെങ്ങനെ പറയും? സ്ട്രോബിലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഈ കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറിനകത്ത് എന്താ ഉള്ളത്? സ്പോറോഫില്ലുകളുണ്ട്. കുറേ സ്പോറോഫില്ലുകൾ ചേർന്നിട്ടല്ലേ കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്ട്രോബിലസ് ഫോം ചെയ്തത്? അതെ, ഈ സ്പോറോഫില്ലുകളുടെ അകത്ത് എന്താ ഉള്ളത്? സ്പൊറാഞ്ചി ഉണ്ട്. ഓക്കെ, സ്പൊറാഞ്ചിക്കും അകത്ത് എന്താ ഉള്ളത്? സ്പോറുകളുണ്ട്. ക്ലിയർ അല്ലേ? അതവിടെ പറഞ്ഞത്. സ്പൊറാഞ്ചി എന്ത് ചെയ്യും? സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ സ്പോർട്സ് എന്ത് ചെയ്യും? റിലീസാവും. ഓക്കെ, സ്പോർട്സ് എന്ത് ചെയ്യും? റിലീസാവും. അങ്ങനെ ഈ പറഞ്ഞ സ്ട്രോബിലസിൽ നിന്നോ കോണുകളിൽ നിന്നോ സ്പോർട്സ് റിലീസാവും അല്ലേ? സ്പോർട്സ് മഞ്ഞ കളറായിരുന്നു. സോ എന്ത് സംഭവിക്കും? സ്പോർട്സ് റിലീസായി അല്ലേ? സ്പോർട്സ് കുറേ എണ്ണം എന്താവും? റിലീസാവും. ഈ ഒരു സ്പോറിന് എന്താ പിന്നെ സംഭവിക്കുക? ഒരു സ്പോർ എന്ന് പറയുന്ന സാധനം പുതിയ ഗാമറ്റോഫൈറ്റ് ആയിട്ടല്ലേ ഡെവലപ്പ് ആവുക? മറ്റേ ബ്രയോഫൈറ്റ്സിലുള്ള പോലെ തന്നെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. സ്പോറുകൾ എന്തായിട്ടാണ് ഡെവലപ്പ് ആവുക? പുതിയ ഗാമറ്റോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ആവും. അപ്പോൾ ഈ സ്പോറുകൾ ഇതാ പുതിയ ഗാമറ്റോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ആവുന്നു. പുതിയ ഗാമറ്റോഫൈറ്റ്സിൽ ലീഫ് ലൈക്ക് സ്ട്രക്ചർ ഒന്നും വരയ്ക്കേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ എനിക്കില്ല. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വരച്ചൊന്നുമല്ലോ. ഓക്കെ, എന്തായിട്ട് മാറും? ഗാമറ്റോഫൈറ്റ് ആയിട്ട് മാറും. പക്ഷേ ഗാമറ്റോഫൈറ്റ് ആയിട്ട് മാറുമ്പോൾ കുഞ്ഞ് ഗാമറ്റോഫൈറ്റിനെ നമ്മളൊരു പേര് വിളിക്കും. എന്താ വിളിക്കുക? ബ്രയോഫൈറ്റ്സിൽ എന്താ വിളിച്ചിരുന്നത്? കുഞ്ഞ് ഗാമറ്റോഫൈറ്റിനെ. അവിടെ ഗാമറ്റോഫൈറ്റിന് 2 സ്റ്റേജ്, മോസസിൻ്റെ കേസിലാണെങ്കിൽ 2 സ്റ്റേജ് ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് ഗാമറ്റോഫൈറ്റിന് പേരിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രോ വെച്ചിട്ടായിരുന്നു തുടങ്ങുന്നത് അല്ലേ? ഇവിടെയും കുഞ്ഞ് ഗാമറ്റോഫൈറ്റിനെ വിളിക്കുന്ന പേര് പ്രോ വെച്ചിട്ട് ഞാൻ തുടങ്ങുന്നത്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. പ്രോഥാലസ് എന്നാണ് പറയുക, പ്രോട്ടോണിമ എന്നല്ല പറയുക, പ്രോഥാലസ് എന്നാണ് പറയുക. അപ്പോൾ പ്രോട്ടോണിമയെ ലീഫി സ്റ്റേജ് എവിടെയാണ്? ബ്രയോഫൈറ്റ്സിൽ. അങ്ങ് മോസസിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നീക്കി വെച്ചേരും. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാമറ്റോഫൈറ്റ് തന്നെയാണ്. ഗാമറ്റോഫൈറ്റിൻ്റെ കുഞ്ഞു കുട്ടീൻ്റെ സ്റ്റേജ് നമ്മൾ എന്താ വിളിക്കുക? പ്രോ വെച്ചിട്ടാണ് തുടങ്ങുക. പ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കത്തിലുള്ള എന്നുള്ള അർത്ഥമാണ് കേട്ടോ, പ്രോ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ പ്രോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? തുടക്കത്തിലാണ്, അല്ലെങ്കിൽ കുഞ്ഞ് സ്റ്റേജാണ്. പക്ഷേ പ്രോട്ടോണിമ എന്നല്ല വിളിക്കേണ്ടത്, പ്രോഥാലസ് എന്നാണ് വിളിക്കേണ്ടത്. എന്താ വിളിക്കേണ്ടത്?
പ്രോതാലസ്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രോതാലസ് എന്ന് പറയുന്നത്? പ്രോതാലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കണ്ണോട് കാണാൻ മാത്രമൊന്നും ഉണ്ടാവില്ല, കുഞ്ഞതായിരിക്കും. വിച്ച് മീൻസ് ഇറ്റ് ഇസ് ഇൻകോൺസ്പിക്വസ്. അത് കുഞ്ഞതായിരിക്കും, കണ്ണോട് അങ്ങനെ കാണാൻ പറ്റുമൊന്നുമില്ല, സ്മോൾ ആയിരിക്കും. അതേപോലെ മൾട്ടി സെല്ലുലാർ ആയിരിക്കും, ഫ്രീ ലിവിങ് ആയിരിക്കും. അതായത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വേറെ, അതായത് നേരത്തെ എങ്ങനെയായിരുന്നു? ഗാമറ്റോഫൈറ്റിൻ്റെ മണ്ടയിലായിരുന്നു സ്പോറോഫൈറ്റ് കയറിയിരുന്നത് ബ്രയോഫൈറ്റ്സിൻ്റെ കേസിൽ, അല്ലേ? ഗാമറ്റോഫൈറ്റ് ആയിരുന്നു മെയിൻ പ്ലാൻ ബോഡി, അതിൻ്റെ മണ്ടയിലായിരുന്നു സ്പോറോഫൈറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ആരെയും മണ്ടയിലൊന്നും അല്ലുള്ളത്, ഫ്രീ ലിവിങ് ആയിട്ടാണുള്ളത്, ഒറ്റയ്ക്കാണുള്ളത്. ഗാമറ്റോഫൈറ്റ് എന്താണ്? ഒറ്റയ്ക്കാണ്. സ്പോറുകൾ റിലീസ് ചെയ്താൽ ഗാമറ്റോഫൈറ്റ് വേറെ തന്നെയാണ് സെപ്പറേറ്റ് ചെയ്യുക, സ്പോറോഫൈറ്റിൻ്റെ തലയിലൊന്നും പോയി നിൽക്കത്തില്ല. സ്പോറുകൾ റിലീസ് ചെയ്താൽ എവിടെയാണോ സ്പോർ റിലീസ് ചെയ്തത് അവിടെ എന്ത് ചെയ്യും? പുതിയ ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ പ്രോതാലസ് എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. അപ്പം മൾട്ടി സെല്ലുലാർ ആണ്, ഫ്രീ ലിവിങ് ആണ്. ഓക്കെ, അതേപോലെ ഫോട്ടോസിന്തറ്റിക് ആണ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ സ്വാഭാവികമായിട്ട് ഫുഡ് ഒറ്റയ്ക്ക് ഉണ്ടാക്കണ്ടേ? എടോ, നേരത്തെ സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞ സാധനം ഗാമറ്റോഫൈറ്റിൻ്റെ തലയിലായതുകൊണ്ട് ഗാമറ്റോഫൈറ്റ് ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ കഴിച്ചാൽ മതിയായിരുന്നു സ്പോറോഫൈറ്റിന്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. ഇവിടെ നേരെ തിരിച്ചാൽ വരിക. ഇവിടെ ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ പ്രോതാലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ ലിവിങ് ആണ്. സോ ഫ്രീ ലിവിങ് ആയ ഒരാൾ സ്വാഭാവികമായിട്ട് ഫുഡ് ഒറ്റയ്ക്ക് ഉണ്ടാക്കണം. ഫുഡ് ഒറ്റയ്ക്ക് ഉണ്ടാക്കണമെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കണം. ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ വി കോൾ ഇറ്റ് ഫോട്ടോസിന്തറ്റിക്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഫോട്ടോസിന്തറ്റിക് ആണ്. ഓക്കെ, സോ സിംപ്ലി സേയിങ് എന്താണ് പ്രോതാലസ് എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ പറയും? പ്രോതാലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാമറ്റോഫൈറ്റ് തന്നെയാണ്. ആരിൽ കാണുന്നത്? ടെറിഡോഫൈറ്റ് കാണുന്നത്. ഒരു സ്പോറിൽ നിന്ന് ഒരു ചെറിയ ഇൻകോൺസ്പിക്കസ് ആയിട്ടുള്ള, സ്മോൾ ആയിട്ടുള്ള, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള, ഫ്രീ ലിവിങ് ആയിട്ടുള്ള, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഒരു ചെറിയ താലസ് പോലത്തെ, അതുകൊണ്ടാണ് പ്രോതാലസ് എന്ന് വിളിച്ചത്, താലസ് പോലത്തെ ഒരു ഗാമറ്റോഫൈറ്റ് ആദ്യം ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോതാലസ് എന്ന് വിളിക്കുന്നത്. സോ പ്രോതാലസ് എന്താണെന്ന് ചോദിച്ചാൽ എഴുതൂലേ? പ്രോട്ടോണിമ എന്താണെന്ന് ചോദിച്ചാൽ എഴുതൂലേ? എഴുതണം. രണ്ടും കൂടെ തിരിച്ച് എഴുതി വെക്കരുത്. പ്രോതാലസ് ഇസ് ഫൗണ്ട് ഇൻ ടെറിഡോഫൈറ്റ്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇതാണ് പ്രോതാലസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്ന ഫിഗർ എന്ന് പറയുന്നത് നിങ്ങളെ സ്ട്രോബിലസ് അല്ലെങ്കിൽ കോൺ എന്ന് പറയുന്ന ആൾക്കാരാണ്. കണ്ടോ, കുറേ ഈ പറഞ്ഞ സ്പോറോഫിൽ കൂടി ചേർന്നിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? ഒരു കോൺ ഫോം ചെയ്തിട്ടുണ്ട്, അല്ലേ? ഒരു കോൺ അല്ലെങ്കിൽ ഒരു സ്ട്രോബിലസ് ഫോം ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ? കോൺ അല്ലെങ്കിൽ ഒരു സ്ട്രോബിലസ് ഫോം ചെയ്താണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? കോംപ്ലിക്കേഷൻ ഒന്നുമില്ലല്ലോ. നൗ നമ്മൾ സ്പോറോഫൈറ്റിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സ്പോറോഫൈറ്റിൽ നിന്ന് ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തുന്നുണ്ടായത് ഓൾറെഡി ബ്രയോഫൈറ്റ്സ് നിങ്ങൾ തലയിൽ കയറിയ കോൺസെപ്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ നേരെ ഉൾട്ടായിരുന്നെങ്കിലും സംഭവം ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു, അല്ലേ? അപ്പോൾ സ്പോറ് റിലീസ് ചെയ്തു. സ്പോറോഫൈറ്റ് ആണ് ഇവിടുത്തെ മെയിൻ പ്ലാൻ ബോഡി. അതിനകത്ത് നിന്ന് സ്പോറ് റിലീസ് ചെയ്തു, അല്ലേ? കോണും അല്ലെങ്കിൽ സ്ട്രോബിലസും സ്പോർ റിലീസ് ചെയ്തു. സ്പോറിൽ നിന്ന് പൊട്ടിമുളച്ച് ആരുണ്ടായി? പ്രോതാലസ് ഉണ്ടായി. ഈ പ്രോതാലസ് വലുതാവില്ലേ? എപ്പോഴും കുഞ്ഞായിട്ട് നിൽക്കുമോ? ഇല്ല, കുഞ്ഞൊരു കാലത്ത് വലുതാവും. അപ്പോൾ ഈ പ്രോതാലസ് വലുതായി ആരാവുക? ഗാമറ്റോഫൈറ്റ്. വലുതായി നമ്മൾ വേറെ പേരൊന്നും വിളിക്കില്ല. കുഞ്ഞിന് മക്കൾക്ക് നമ്മൾ സ്പെഷ്യൽ പേരൊക്കെ ഇട്ട് മറ്റേ ടുട്ടു, മിന്നു, കുട്ടു എന്നൊക്കെ പറഞ്ഞ് വിളിക്കൂലേ? അതേപോലെ സ്നേഹത്തോടെ നമ്മൾ വിളിക്കുന്നതാണ് പ്രോതാലസ് എന്നൊക്കെ. അപ്പോൾ പ്രോതാലസ് വലുതായി കഴിഞ്ഞാൽ പിന്നെ വേറെ പേരൊന്നും ഇടില്ല, നമ്മൾ അവരെ ഗാമറ്റോഫൈറ്റ് തന്നെയാണ് വിളിക്കുക. ഈ ഗാമറ്റോഫൈറ്റുകളുടെ പ്രത്യേകത എന്താണെന്നാണ് നമ്മളിനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ടെറിഡോഫൈറ്റുകളിലെ ഗാമറ്റോഫൈറ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന്. ഗാമറ്റോഫൈറ്റ്സ് ഒബ്വിയസ്ലി എന്തായിരിക്കും? ഹാപ്ലോയിഡായിരിക്കും ഒബ്വിയസ്ലി. ഇവരൊരു കൂളായിട്ടുള്ള ഡാമ്പായിട്ടുള്ള ഷെയ്ഡി പ്ലേസസിലാണ് ഇവരെന്ത് ചെയ്യുക? താമസിക്കുക. അതേപോലെ ഇവരിലാണ് ആരുള്ളത്? സെക്സ് ഓർഗൻസ് ഉള്ളത്. സെക്സ് ഓർഗൻസ് ഏതൊക്കെയാണ്? ആന്ത്രിഡിയയും ആർക്കിഗോണിയം. ബ്രയോഫൈറ്റ്സ് ഉള്ള പോലെ തന്നെ പേരൊക്കെ സെയിം തന്നെ. ഓക്കെ, സെക്സ് ഓർഗൻസ് മെയിൽ സെക്സ് ഓർഗനാണ് ആര്? ആന്ത്രിഡിയ എന്ന് പറയുന്നത്. ഫീമെയിൽ സെക്സ് ഓർഗനാണ് ആര്? ആർക്കിഗോണിയ എന്ന് പറയുന്നത്. സെയിം ആണ്, ഒരു വ്യത്യാസമില്ല, പേരൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഈ പറഞ്ഞ ഗാമറ്റോഫൈറ്റ്സ് നിന്ന് എന്ത് സംഭവിക്കും? ഗാമറ്റുകൾ റിലീസ് ചെയ്യും. ഈ ഗാമറ്റ് അല്ലെങ്കിൽ മെയിൽ ഗാമറ്റ് നമ്മൾ ആന്ത്രോസോയിഡ് എന്ന് വിളിക്കും, ഫീമെയിൽ ഗാമറ്റിനെ എഗ് എന്ന് വിളിക്കും, മറ്റേടത്തുള്ള പോലെ തന്നെ. അങ്ങനെ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ ആന്ത്രോസോയിഡ്സ് പൊതുവെ വെള്ളത്തിലേക്കോ ഒക്കെയാണ് റിലീസ് ചെയ്യുക. പക്ഷേ ഇറ്റ്സ് നോട്ട് നെസസറി. വെള്ളം അങ്ങനെ മസ്റ്റ് അല്ല. നമ്മൾ ബ്രയോഫൈറ്റ്സിൽ പഠിക്കുന്ന പോലെ മസ്റ്റായിട്ട് വെള്ളം വേണം എന്നൊരു നെസസിറ്റി ഇവർക്ക് ഇല്ല. ഓക്കെ, ഇവർക്ക് പല രീതിയിലും ഈ പറഞ്ഞ ആന്ത്രോസോയിഡ്സ് മൂവ് ചെയ്യാം. ഇവർ പൊതുവെ നനഞ്ഞ സ്ഥലത്താണ് നിൽക്കൽ, അതുകൊണ്ട് വെള്ളം വഴി ട്രാൻസ്പോർട്ട് ആവും പല സമയത്തും ആന്ത്രോസോയിഡ്സ്. പക്ഷേ എന്ന് കരുതി ആന്ത്രോസോയിഡ്സ് മസ്റ്റായിട്ട് ഇവർക്ക് വേണമെന്നില്ല, നിർബന്ധമില്ല. ക്ലിയർ ആയോ? ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിക്കും? മറ്റേ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഗാമറ്റുകൾ ഉണ്ടാവുന്നു, ആന്ത്രോസോയിഡ് എഗ് ഉണ്ടാവുന്നു, ഫ്യൂസ് ചെയ്യുന്നു, സൈഗോട്ട് ഉണ്ടാവുന്നു. സൈഗോട്ട് എന്ത് ചെയ്യുന്നു? ഒരു സ്പോറോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, സ്പോറോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ചുമ്മാ ഞാനിതൊരു ഡയഗ്രാം പോലെ വരച്ചു തരട്ടെ. ഞാൻ ബ്രയോഫൈറ്റ്സിൻ്റെ കേസിലും ഞാനിതൊരു ഡയഗ്രാം പോലെ വരച്ച് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ ഞാനിതൊരു ഡയഗ്രാം പോലെ വരച്ചു തരാൻ വേണ്ടി പോവാണ്. ആരാളുള്ളത്? ഫസ്റ്റിന് ആരാളുള്ളത്? ഒരു ടെറിഡോഫൈറ്റിനെയാണ് നമ്മൾ വരയ്ക്കണം. ഓക്കെ, വി ആർ ടോക്കിംഗ് അബൌട്ട് ടെറിഡോഫൈറ്റ്സ് ഹിയർ. ലെറ്റ് മീ റെഡ്യൂസ് മൈ പെൻ സൈസ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര വലുതായിട്ട് തോന്നും. ഓക്കെ, ഐ എം ടോക്കിംഗ് അബൌട്ട് ടെറിഡോഫൈറ്റ്സ് ഹിയർ, അല്ലേ? ടെറിഡോഫൈറ്റ്സ് ഇവരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാണ് കേട്ടോ. എനിക്കിത് പറയേണ്ട ആവശ്യമില്ല ഓൾറെഡി, ബിക്കോസ് ഞാൻ ഓൾറെഡി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ നിങ്ങളുടെ തലയിലേക്ക് അത് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ടെറിഡോഫൈറ്റ്സിൻ്റെ പൊതുവെയുള്ള ബോഡി ഏതാ? മെയിൻ പ്ലാൻ ബോഡി ഏതാ? സ്പോറോഫൈറ്റ് ആണ്. ഓക്കെ, കൂൾ, സ്പോറോഫൈറ്റ് ആണ്.
സ്പോറോഫൈറ്റ് ആണ്, ഞാൻ സമ്മതിക്കുന്നു. സ്പോറോഫൈറ്റിൽ എന്തുണ്ട്? സ്വാഭാവികമായിട്ടും സ്പോർ റിലീസ് ചെയ്യുന്നതിനോടാണല്ലോ നമ്മൾ സ്പോറോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. സോ സ്പോറോഫൈറ്റിലാണ് നമ്മൾ ഈ പറഞ്ഞ കോൺ അല്ലെങ്കിൽ സ്ട്രോബിലസ് ഒക്കെ സ്പോറോഫൈറ്റിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും സ്പോർസ് റിലീസ് ചെയ്യും. കൂളല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. സ്പോർട്സ് റിലീസ് ചെയ്യും. ഈ സ്പോർട്സ് പൊട്ടിമുളയ്ക്കൂലേ? പൊട്ടിമുളച്ചിട്ടാണ് ആരുണ്ടാവുന്നത്? പ്രോതാലസ് ഉണ്ടാവുന്നത്. അതായത് ഗെമറ്റോഫൈറ്റ് തന്നെയാണ്. ഗെമറ്റോഫൈറ്റിൻ്റെ കുഞ്ഞ് നമ്മൾ ക്യൂട്ട് നെയിം ഇട്ട് വിളിക്കണ്ടേ? പ്രോതാലസ് എന്ന് വിളിച്ചു. ഈ പ്രോതാലസ് വലുതാവൂലേ? വലുതാവും. വലുതായ ആരാവുക? ഡോക്ടറാ? എഞ്ചിനീയറാ? അല്ല, വലുതായ ആരാവുക? ഇവിടെ ഗെമറ്റോഫൈറ്റ് ആണ് ആവുക. ആരാണാവുക? ഗെമറ്റോഫൈറ്റ്. ബേസിക്കലി മറ്റേനെ ഗെമറ്റോഫൈറ്റ് എന്ന് നമുക്ക് പറയാം, പക്ഷെ നമ്മൾ ക്യൂട്ട് നെയിം ഇട്ട് വിളിച്ചു എന്നേ ഉള്ളൂ. ഗെമറ്റോഫൈറ്റായി. ഗെമറ്റോഫൈറ്റിൽ ആരുണ്ടാവും? ഗാമറ്റുകൾ ഉണ്ടാവും. ഗാമറ്റുകൾ റിലീസ് ചെയ്യുന്നുണ്ടല്ലേ ഗെമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഗാമറ്റുകൾ എവിടെ നിന്നാണ് റിലീസ് ചെയ്യുക? ഗാമറ്റുകൾ മെയിൽ ഗാമറ്റ് റിലീസ് ചെയ്യുക ആന്ത്രീഡി എന്നാണ്. ഫീമെയിൽ ഗാമറ്റ് റിലീസ് ചെയ്യുക ആർക്കിഗോണി എന്നാണ്. ഓക്കെ, അതായത് സെക്സ് ഓർഗൻസ്. ജസ്റ്റ് പേരെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ആർക്കിഗോണി എന്നും അതേപോലെ ആന്ത്രീഡി എന്നും എന്ന് റിലീസ് ചെയ്യും. മെയിൽ ഗാമറ്റ് ആയിട്ടുള്ള ആന്ത്രോസോയിഡും ഫീമെയിൽ ഗാമറ്റ് ആയിട്ടുള്ള എഗ്ഗും റിലീസ് ചെയ്തു അല്ലേ? ഓക്കെ, ആര് റിലീസ് ചെയ്തു? ഗാമറ്റ്സ് റിലീസ് ചെയ്തില്ലേ? ഏതൊക്കെ ഗാമറ്റ്സിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ആന്ത്രോസോയിഡ് അല്ലേ? ആന്ത്രോസോയിഡും ഉണ്ട്. ഫീമെയിൽ ഗാമറ്റ് ഏതായിരുന്നു? എഗ്ഗ്. ആന്ത്രോസോയിഡും ഉണ്ട്, എഗ്ഗും ഉണ്ട്. ഗാമറ്റുകൾ റിലീസ് ചെയ്തില്ലേ? ഗാമറ്റുകളാവുമ്പം ഒരു ഫ്യൂസ് ചെയ്യൂലേ? ഇവിടെ ഗാമറ്റുകൾ ഉണ്ടാകുന്നതന്നെ എന്തിനാ? സെക്ഷൽ റീപ്രൊഡക്ഷനാണ്, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ടാണ്. ഫെർട്ടിലൈസേഷൻ നടക്കൂലേ? നടന്നു. ഫെർട്ടിലൈസേഷൻ നടന്നു. ഫെർട്ടിലൈസേഷൻ നടന്ന ആരാ ഉണ്ടാവുക? ആസ് എ റിസൾട്ട് സൈഗോട്ട് ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവും. സൈഗോട്ട് എന്താണ്? ഡിപ്ലോയിഡ് അല്ലേ? ഗാമറ്റുകൾ എന്തായിരുന്നു? ഹാപ്ലോയിഡ് അല്ലേ? ഓക്കെ, സൈഗോട്ട് ഉണ്ടായോ? സൈഗോട്ട് ഉണ്ടായി. ഈ സൈഗോട്ട് ഡെവലപ്പ് ആവൂലേ? ഡെവലപ്പ് ആവും. എന്താഴ്ച ഡെവലപ്പ് ആവുക? മെയിൻ പ്ലാന്റ് ബോഡി അല്ലെങ്കിൽ സ്പോറോഫൈറ്റ് ആയിട്ടാണ് ഡെവലപ്പ് ആവുക. പെൻഡൗൺ. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു ലൈഫ് സൈക്കിൾ, അല്ലെങ്കിൽ ഒരു ടെറിഡോഫൈറ്റിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ ഒരു സംഭവം, ഈ ഒരു പേജോ വാട്ടെവർ, ഈ ഒരു സ്ലൈഡോ സ്ക്രീനോ വാട്ടെവർ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങളെ നോട്ട്ബുക്ക്, നിങ്ങൾ നോട്ട്സ് എന്തായാലും എഴുതുന്നുണ്ടാവുമല്ലോ, ആ നോട്ട്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞൊരു ഫ്ലോ ചാർട്ട് എന്ത് ചെയ്യുക? വരച്ച് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത് മാത്രം പഠിച്ച് പോയാൽ പോരാ, പക്ഷേ ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് ഇത് മതി. ഓക്കെ, സ്പോറോഫൈറ്റ് ഉണ്ട്. സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഡിപ്ലോയിഡ് ആണ്. ഇവിടെ 2 എന്ന് എഴുതിയേക്കാം. ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിൽ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും എന്താ പറയുക, സ്ട്രോബിലസ് അല്ലെങ്കിൽ കോണുകളൊക്കെ ഉണ്ടാവും. അതിനകത്ത് നിന്ന് സ്പോറുകൾ റിലീസ് ചെയ്യും. സ്പോറുകളിൽ നിന്ന് ഒബ്വിയസ്ലി പൊട്ടിമുളച്ചിട്ട് ആരുണ്ടാവും? പ്രോതാലസ് ഉണ്ടാവും. പ്രോതാലസ് എന്ന് പറയുന്നത് എന്താണ്? ഗെമറ്റോഫൈറ്റ് ആണ് അല്ലേ? ഗെമറ്റോഫൈറ്റ് ആണ് പിന്നെ ഡെവലപ്പ് ആവുന്നത്. ഗെമറ്റോഫൈറ്റിൽ മെയിൽ സെക്സ് ഓർഗൻ ഉണ്ട്, ഫീമെയിൽ സെക്സ് ഓർഗൻ ഉണ്ട്. അതിനകത്ത് ഗാമറ്റുകൾ ഉണ്ടാവുന്നു. ഗാമറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നു, സൈഗോട്ട് ഉണ്ടാവുന്നു. സൈഗോട്ടിൽ നിന്ന് വീണ്ടും തിരിച്ച് പുതിയ സ്പോറോഫൈറ്റ് ഉണ്ടാവുന്നു. പഴയ സ്പോറോഫൈറ്റ് അല്ല ഉണ്ടാവുക, വേറൊരു സ്പോറോഫൈറ്റ് ആണ് ഉണ്ടാവുക. റീപ്രൊഡക്ഷൻ ആണല്ലോ നടക്കണേ. സോ വേറൊരു സ്പോറോഫൈറ്റ്, പുതിയൊരു സ്പോറോഫൈറ്റ് ഉണ്ടാവുന്നു. ഇതിങ്ങനെ നടന്നാണ് എന്ത് ചെയ്യുന്നത്? ടെറിഡോഫൈറ്റ്സ് എന്ത് ചെയ്യുന്നത്? റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ലേ? ഓക്കെ അല്ലേ? ഐ ഹോപ്പ് യു ക്യാൻ സീ എവറിത്തിങ്. ഞാൻ ജസ്റ്റ് ചെറുതാക്കി തരാം, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞാൻ ഒരു പ്രശ്നമാവുന്നില്ലല്ലോ അല്ലേ? ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. അന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? പഠിക്കാം. ഓക്കെ, സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? നിങ്ങളുടെ ടെറിഡോഫൈറ്റ്സിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെയിൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നതാണ്. റീപ്രൊഡക്ഷനും എല്ലാം ഇതിൽ തന്നെ എന്ത് ചെയ്യും? വരും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ടെറിഡോഫൈറ്റ്സ് പൊതുവേ ഞാൻ പറഞ്ഞു എന്താ പറയുക, ഫേൺസ് അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഫേൺസ്, ഹോസ്റ്റൈൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരാളുണ്ട്. ആരാ? ഹോമോസ്പോറസും ഹെട്രോസ്പോറസും. എന്താ അത്? ചില സ്പോറുകൾ എല്ലാ ടെറിഡോഫൈറ്റിലും ഉണ്ടാവും. ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഈ സ്പോറുകൾ ചില കേസിൽ എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും കാണാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവരെ ഹോമോസ്പോറസ് എന്ന് വിളിക്കും. ഏത് ടെറിഡോഫൈറ്റിലാണോ സ്പോറുകൾ ഒരേപോലെ ഉള്ളത്, ആ ടെറിഡോഫൈറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോസ്പോറസ് ടെറിഡോഫൈറ്റ്. ചില കേസിൽ സ്പോറുകളെ കാണാൻ തന്നെ വ്യത്യാസം ഉണ്ടാവും. മെയിൽ സ്പോർ അല്ല, അങ്ങനെ പറയത്തില്ലല്ലോ. പക്ഷേ സ്പോറുകൾ ചിലത് വലുതായിരിക്കും, ചിലത് ചെറുതായിരിക്കും. ചെറിയ സ്പോറും പ്രൊഡ്യൂസ് ചെയ്യും, വലിയ സ്പോറും പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ 2 വ്യത്യസ്ത തരം സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ഹെട്രോസ്പോറസ്. ഓക്കെ, സ്പോറുകളിൽ ജെൻഡറില്ല കേട്ടോ, മെയിലും ഫീമെയിലും ഇല്ല. മെയിലും ഫീമെയിലും ഗാമറ്റുകളിലേ വരുള്ളൂ, സ്പോറുകളിലില്ല. കൺഫ്യൂഷൻ ആവല്ലേ. സ്പോറുകൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരേപോലെ ആയിരിക്കാം, വി കോൾ ദം ഹോമോസ്പോറസ്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കാം, അതായത് വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ വി കോൾ ദം ഹെട്രോസ്പോറസ്. ഹോമോസ്പോറസ് ആണെങ്കിൽ എക്സാമ്പിൾ ഏതാണ്? സൈലോട്ടം ആൻഡ് ഇക്വിസിറ്റം. ഇക്വിസിറ്റം ഓൾറെഡി പഠിച്ചതല്ലേ? എന്താണ് സൈലോട്ടം എന്ന് പറയുന്നൊരു എക്സാമ്പിളും കൂടി എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, സൈലോട്ടം എന്ന് പറയുന്ന എക്സാമ്പിൾ കൂടി എന്ത് ചെയ്യുക? പഠിക്കുക. ഇങ്ങനെ ആലോചിച്ചോ, ഹോമോസ്പോറസ് അല്ലേ? അതായത് സെയിം ആൾക്കാരല്ലേ? അപ്പം ഹോമോയിൽ എന്തുണ്ട്? എം ഉണ്ട്. ഇക്വിസിറ്റത്തിൻ്റെ ഇ ഉണ്ട്, സൈലോട്ടത്തിൻ്റെ പി ഉണ്ട്. മെപ്പ് എന്ന് പഠിച്ചോ.
ഓക്കെ, ഹോമോസ്പോറസ്, എച്ച് എന്ന് പഠിച്ചാൽ ഹോമോ ഹെട്രോ മാറിപ്പോലെ ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ എം വെച്ച് പഠിപ്പിക്കുന്നത്. എം എന്ന് പറഞ്ഞാൽ എന്താ, ഹോമോസ്പോറസിൻ്റെ എം ആണ്. അപ്പോൾ ഹോമോസ്പോറസിൽ എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും, MEP, ഹോമോസ്പോറസ്, ഇക്വിസിറ്റം, സൈലോട്ടം. ഓക്കെ, സൈലോട്ടം എന്ന് പറയുന്നത് സൈലോട്ടമാണ്, പി സൈലൻ്റ് ആണ്. ഓക്കെ, സോ ആരൊക്കെയുള്ളത്, ഹോമോസ്പോറസിൽ സൈലോട്ടം ഉണ്ട്, ഇക്വിസിറ്റം ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഹെട്രോസ്പോറസിലേക്ക് വരുമ്പോഴോ ഞാൻ പറഞ്ഞു വലിയ സ്പോറുകളുണ്ടാവും, ചെറിയ സ്പോറുകളുണ്ടാവും, അതായത് മാക്രോസ്പോർസ് ഉണ്ടാവും, മൈക്രോസ്പോർസ് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണല്ലോ ഒബ്വിയസ്ലി ഹെട്രോസ്പോറസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ആണ് നമുക്ക് അറിയുന്ന എക്സാമ്പിൾ സെലാജിനെല്ല, അറിയുന്ന എക്സാമ്പിൾ അല്ലേ. അതേപോലെ S വെച്ച് തുടങ്ങുന്ന വേറൊരാളുണ്ട്, സാൽവീനിയ. ഓക്കെ, സാൽവീനിയ. അപ്പോൾ ആരൊക്കെ എക്സാമ്പിൾസ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഹോമോസ്പോറസ് എന്ന് പറയുമ്പോൾ അവിടെ ആരാ വരിക, നമ്മുടെ MEP, അതായത് ഹോമോസ്പോറസിൽ ആരാ വരുന്നത്, ഇക്വിസിറ്റം, സൈലോട്ടം. ഹെട്രോസ്പോറസിലേക്ക് വരുമ്പോൾ സെലാജിനൽ എന്തായാലും ഉണ്ട്, കൂടെ ആരുണ്ട്, സാൽവീനിയ ഉണ്ട്. ക്ലിയർ ആയോ? ഇതാണ് ഹോമോസ്പോറസും ഹെട്രോസ്പോറസും. നിങ്ങൾക്ക് കാണാത്ത ആൾക്കാർ ഞാൻ പറഞ്ഞുതരാം. സൈലോട്ടം നമ്മൾ എവിടെ പഠിച്ചത്, ഹോമോസ്പോറസിൽ പഠിച്ചതാണ്. ഹോമോസ്പോറസിൽ സൈലോട്ടോ ഇക്വിസിറ്റം ആണ് പഠിച്ചത്. അപ്പോൾ അതിൽ ആദ്യത്തെ ആളാണ് ആര്, സൈലോട്ടം എന്ന് പറഞ്ഞത്. ഇക്വിസിറ്റിൻ്റെ പിക്ചർ ഞാൻ കാണിച്ചു തന്നില്ല അല്ലേ, നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ മതി, ഇക്വിസിറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഹോമോസ്പോറസിൽ വരുന്ന ആളാണ് സൈലോട്ടം, പിക്ചർ ഉണ്ടല്ലോ. അതേപോലെ ഹെട്രോസ്പോറസിൽ വരുന്ന ആളാണ് സാൽവീനിയ. ഓക്കെ, ഹെട്രോസ്പോറസിൽ വരുന്ന ആളാണ് സാൽവീനിയ ഉണ്ട്, സെലാജിനെല്ലയും ഉണ്ട്. സെലാജിനെല്ല പിക്ക് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സാൽവീനിയ ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ സൈലോട്ടവും കണ്ടു, സാൽവീനിയും കണ്ടില്ലേ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ടെറിഡോഫൈറ്റ്സിൻ്റെ ഒരു 2 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ഹെട്രോസ്പോറസ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ കേസിൽ എന്തുണ്ടാവും, 2 സ്പോറുകൾ ഉണ്ടാവും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. 2 സ്പോറുകൾ ഉണ്ടാവും. എന്താ, ഒരു മെഗാ സ്പോർ ഉണ്ടാവും, ഒരു വലിയ സ്പോർ ഉണ്ടാവും, മെഗാ സ്പോർ. ഓക്കെ, ഒരു കുഞ്ഞ് സ്പോർ ഉണ്ടാവും, മൈക്രോ സ്പോർ. ഒരു മെഗാ സ്പോറും ഉണ്ടാവും, ഒരു മൈക്രോ സ്പോർ ഉണ്ടാവും. രണ്ടും പൊട്ടി മുളയ്ക്കൂലേ, രണ്ടും ജെർമിനേറ്റ് ചെയ്യൂലേ. മെഗാ സ്പോർ ജെർമിനേറ്റ് ചെയ്തു, സ്പോറുകൾ ജെർമിനേറ്റ് ചെയ്ത് ആരുണ്ടാവുക, ഗാമറ്റോഫൈറ്റ് ആണ് ഉണ്ടാവുക. സ്പോറോഫൈറ്റിൽ നിന്നാണ് സ്പോറുകൾ റിലീസ് ചെയ്യുന്നത്. ഈ റിലീസ് ചെയ്ത സ്പോറുകൾ ജെർമിനേറ്റ് ചെയ്താൽ ആരുണ്ടാവും, ഗാമറ്റോഫൈറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോതാലസ് ഉണ്ടാവും എന്നൊക്കെ പറയാം. ഓക്കെ, മെഗാ സ്പോർ ജെർമിനേറ്റ് ചെയ്തു, ആരുണ്ടായി, ഒരു ഗാമറ്റോഫൈറ്റ് ഉണ്ടായി. ഓക്കെ, മൈക്രോസ്പോർ ജെർമിനേറ്റ് ചെയ്തു, മറ്റൊരു ഗാമറ്റോഫൈറ്റ് ഉണ്ടായി. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? ഒരാൾ വലുത്, ഒരാൾ ചെറുതെന്നാ? അല്ല, എന്നാൽ ആ ഒരു പ്രശ്നം മാറിക്കിട്ടെ. ഇനി എന്താ വ്യത്യാസം? ഈ പറഞ്ഞ മെഗാസ്പോറിൽ നിന്ന് ജെർമിനേറ്റ് ചെയ്യുന്ന ഗാമറ്റോഫൈറ്റിനെ നമ്മൾ ഫീമെയിൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ദേ ആർ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. എന്താണ്? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്. ഓക്കെ, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്. മൈക്രോസ്പോറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഗാമറ്റോഫൈറ്റിനെ നമ്മൾ മെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ടാണ് എന്തായി കൺസിഡർ ചെയ്യുക. ഓക്കെ, മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്. സോ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് മെയിൽ ഗാമറ്റോഫൈറ്റും കിട്ടിയോ? ഇത്രയേ ഉള്ളൂ. മെഗാസ്പോറിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്, ജെർമിനേറ്റ് ചെയ്യുന്നത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. മൈക്രോസ്പോറിൽ നിന്ന് ജെർമിനേറ്റ് ചെയ്യുന്നത് മെയിൽ ഗാമറ്റോഫൈറ്റ്. ക്ലിയർ ആയോ? അത്രയും ഇവിടെ പറയുന്നുള്ളൂ. ഇവിടെ എന്താ പറഞ്ഞത്, മെഗാസ്പോർസും മൈക്രോസ്പോർസും ഉണ്ട്, അവർ ജെർമിനേറ്റ് ചെയ്യും സ്വാഭാവികമായിട്ടും. ഫീമെയിൽ ആൻഡ് മെയിൽ ഗാമറ്റോഫൈറ്റ്സ് കിട്ടും. ഓക്കെ, മെഗാസ്പോറിൽ നിന്നാണെങ്കിൽ ഫീമെയിൽ കിട്ടും, മൈക്രോസ്പോറിൽ നിന്നാണെങ്കിൽ മെയിൽ കിട്ടും. ക്ലിയർ ആയോ? ഇനി ഈ ഫീമെയിൽ ഗാമറ്റോഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ പൊതുവേ സ്പോറോഫൈറ്റിൻ്റെ മണ്ടയിലായിരിക്കും ഇരിക്കുക. പൊതുവേ ടെറിഡോഫൈറ്റ്സിൽ അങ്ങനെ മണ്ടയിലിരിക്കുന്ന പരിപാടി ഇല്ല, ഫ്രീ ലിവിംഗ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ ഇത് മാത്രം ഒന്ന് ആലോചിക്കുക, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്സ് ആണെങ്കിൽ, ഓക്കെ, നമ്മളിവിടെ വരച്ചില്ലേ, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്സ് വരച്ചിട്ടുണ്ടായില്ലേ. ഈ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്സ് എന്ന് പറയുന്നത് ആരുടെ മണ്ടയിലായിരിക്കും ഉണ്ടാവുക? നമ്മളെ സ്പോറോഫൈറ്റിൻ്റെ തലയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സ്പോറോഫൈറ്റിൽ റീറ്റേൺഡ് ആയിരിക്കും. സ്പോറോഫൈറ്റ്സ് ഇതാണെങ്കിൽ സ്പോറോഫൈറ്റ്സിൻ്റെ മേലെ തന്നെയാണ് ഉണ്ടാവുക ഗാമറ്റോഫൈറ്റ്സ് ഉണ്ടാവുക. ഓക്കെ, ഏത്? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. മെയിൽ അങ്ങനെയല്ല, മെയിൽ ഗാമറ്റോഫൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ഫ്രീ ലിവിംഗ് ആയിരിക്കും. പക്ഷേ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് വിൽ ബി അറ്റാച്ച്ഡ് അല്ലെങ്കിൽ വിൽ ബി റീറ്റെയിൻഡ് ഓൺ ദി സ്പോറോഫൈറ്റ്. ക്ലിയർ ആയോ? ഈ പോയിന്റ് കൂടെ ഒന്ന് ആലോചിക്കാം. ഇനി ഗാമറ്റോഫൈറ്റുകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഗാമറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ്സ് ഒബ്വിയസ് അല്ലേ? ഗാമറ്റോഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് അവരെ ഗാമറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത്? അവർ ഗാമറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലേ നമ്മൾ അവരെ ഗാമറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. സോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഗാമറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്, ഇത് മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്. ഞാൻ കുറച്ച് ചെറുതാക്കി വരയ്ക്കാം മെയിലിനെ, ചുമ്മാ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇത് മെയിലാണ്, ഇത് ഫീമെയിൽ ആണെന്ന് വിചാരിച്ചല്ലോ. ഈ മെയിൽ ഗാമറ്റോഫൈറ്റിൽ നിന്ന് മെയിൽ ഗാമറ്റുകൾ റിലീസ് ചെയ്യും, ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൽ നിന്ന് ഫീമെയിൽ ഗാമറ്റ് റിലീസ് ചെയ്തിട്ടുണ്ടാവും, അതായത് എഗ് റിലീസ് ചെയ്തിട്ടുണ്ടാവും. ഈ മെയിൽ ഗാമറ്റോഫൈറ്റിൽ നിന്ന് റിലീസ് ചെയ്ത മെയിൽ ഗാമറ്റ് ഇല്ലേ, അതായത് ഈ ചുവപ്പ് കളർ സാധനം മെയിൽ ഗാമറ്റ് ഇവിടെ പോവും, ഫീമെയിലിൻ്റെ അകത്തേക്ക് പോകും. ഫീമെയിലിൻ്റെ അകത്ത് ഇപ്പം ഫീമെയിലിൻ്റെ സെക്സ് ഓർഗൻ ഉണ്ടെങ്കിൽ സെക്സ് ഓർഗൻ്റെ അകത്തേക്ക് പോകും. എന്താ ഞാൻ പറഞ്ഞത്?
മെയിൽ ഗാമറ്റോഫൈറ്റിൽ നിന്ന് സ്വാഭാവികമായിട്ടും മെയിൽ ഗാമറ്റ് ആയിട്ടുള്ള എന്താ പറയുക ആന്ത്രോസോയിഡ് എന്താവും റിലീസാവും അല്ലേ, മെയിൽ ഗാമറ്റ് റിലീസാവും. ഈ മെയിൽ ഗാമറ്റ് എങ്ങോട്ടാണ് പോവുക? മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും പുറത്ത് വന്നിട്ട് പുറത്തുനിന്നല്ല കണ്ടുമുട്ടുന്നത്. എവിടുന്നാണ് കണ്ടുമുട്ടുന്നത്? ഫീമെയിലിൻ്റെ സെക്സ് ഓർഗൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗാമറ്റുകൾ എന്ത് ചെയ്യുന്നത്, കണ്ടുമുട്ടുന്നത്. ഓക്കെ, സോ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ട്, മെയിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ട്. മെയിൽ ഗാമറ്റോഫൈറ്റിൽ നിന്ന് ആര് റിലീസായി? മെയിൽ ഗാമറ്റ് റിലീസായി. മെയിൽ ഗാമറ്റ് എവിടെ പോവും? ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ സെക്സ് ഓർഗനിൽ പോവും. എന്നിട്ട് അതിനകത്തുനിന്നാണ് ഫീമെയിൽ ഗാമറ്റിനെ എന്ത് ചെയ്യുന്നത്, കണ്ടുമുട്ടുന്നത്. അല്ലെങ്കിൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ അകത്ത് വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുക? ഫെർട്ടിലൈസേഷൻ സംഭവിക്കുക. ഫെർട്ടിലൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ സൈഗോട്ട് ഡെവലപ്പ് ആവണ്ടേ? സൈഗോട്ട് എവിടെ നിന്നാണ് ഡെവലപ്പ് ആവുക? ഇവരെവിടുന്നാണ് കണ്ടുമുട്ടിയേ? ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ അകത്തുനിന്ന്. സോ സൈഗോട്ട് എവിടെയാണ് ഡെവലപ്പ് ആവുക? ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ അകത്ത് തന്നെ. മനസ്സിലായി? ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, സൈഗോട്ട് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ആവുന്നത്. വേറെ ഒരു കേസിലും അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ആൽഗേൻ്റെ കേസിലൊന്നുമില്ല. ബ്രയോഫൈറ്റ്സിൻ്റെ കേസിലേക്ക് പറയുകയാണെങ്കിലും ഇവരെ കണ്ടുമുട്ടലും എല്ലാം വെള്ളത്തിൽ നിന്നായിരുന്നു അല്ലേ. വെള്ളത്തിൽ നിന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടുന്നു. അതേപോലെ എന്ത് ചെയ്യുന്നു, ഗാമറ്റുകൾ കണ്ടുമുട്ടുന്നു, പിന്നെ സൈഗോട്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ അങ്ങ് പോവുമായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ടെറിഡോഫൈറ്റ്സിൻ്റെ കേസിൽ അങ്ങനെയല്ല. ടെറിഡോഫൈറ്റ്സിൻ്റെ കേസിൽ മെയിൽ ഗാമറ്റോഫൈറ്റിൽ നിന്ന് മെയിൽ ഗാമറ്റോഫൈറ്റിൽ നിന്ന് എന്ത് ചെയ്യും? മെയിൽ ഗാമറ്റ് റിലീസ് ചെയ്യും. വെള്ളത്തിൽ വെച്ചാണോ കണ്ടുമുട്ടുക? അല്ല. മെയിൽ ഗാമറ്റ് നേരെ എങ്ങോട്ട് പോകും? ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ ഉള്ളിലേക്ക് പോകും. ഉള്ളിൽ വെച്ചിട്ട് ഇവർ എന്ത് ചെയ്യും? ഫെർട്ടിലൈസ് ചെയ്യും. ഫെർട്ടിലൈസ് ചെയ്തതിന് ശേഷം ഉള്ളിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യും? സൈഗോട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സ്വഭാവം, അതായത് ഉള്ളിൽ വെച്ചിട്ട് സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നൊരു സ്വഭാവം നമ്മൾ ഹ്യൂമൻസിനൊക്കെ അങ്ങനെയാണ് അല്ലേ. ഹ്യൂമൻസിൻ്റെ കേസിൽ മെയിൽ ഗാമറ്റ് എന്ത് ചെയ്യും? ഫീമെയിൽ ബോഡീന് അകത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് പുറത്ത് വെച്ചിട്ടാണോ മെയിൽ ഗാമറ്റ് ആയിരിക്കും കണ്ടുമുട്ടുന്നത്? അല്ലല്ലോ. സ്പേം എന്ന് പറയുന്ന മെയിൽ ഗാമറ്റ് എവിടെ വരും? ഫീമെയിലിൻ്റെ ബോഡീന് അകത്ത് വരും അല്ലേ. ഫീമെയിൽ യൂട്രസ് എന്നൊക്കെ പറയുമല്ലോ നിങ്ങൾ. യൂട്രസിന് അകത്ത് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫെർട്ടിലൈസ് ചെയ്യുന്നത്. യൂട്രസിനകത്ത് ഫെലോപ്പിയൻ ട്യൂബ് എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങളുണ്ട്. ഒന്നും കൺഫ്യൂഷൻ അടിക്കേണ്ട. ചുമ്മാ ഞാനിവിടെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞുതരാണ്. സ്പേം എന്ത് ചെയ്യും? എഗ്ഗിനെ കണ്ടുമുട്ടും. എവിടെ വെച്ചിട്ട്? അമ്മേൻ്റെ ബോഡിയിൽ വെച്ചിട്ട് അല്ലേ, അല്ലെങ്കിൽ ഫീമെയിലിൻ്റെ ബോഡിയിൽ വെച്ചിട്ട്. എൻ്റെ കുഞ്ഞ് എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? അമ്മേൻ്റെ ബോഡിനകത്തല്ലേ ഡെവലപ്പ് ചെയ്യുന്നത്. സൈഗോട്ട് എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? അമ്മേൻ്റെ ബോഡിനകത്തല്ലേ. പുറത്തുനിന്നാണോ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നത്? അല്ല, അമ്മയുടെ ബോഡിനകത്തുനിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്വഭാവം, ഈ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാന്റുകളിൽ കാണപ്പെടുന്ന ഫീച്ചറാണ്. ആനിമൽസ് ആണെങ്കിലും പ്ലാന്റ്സ് ആണെങ്കിലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് അല്ലേ. അതായത് ഈ വിത്തില്ലേ, സീഡുകൾ ഈ ജിംനോസ്പേംസിലേക്കും ആൻജിയോസ്പേംസിലേക്കൊക്കെ വരുമ്പോഴാണ് സീഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ വരുന്നത്. ഇവിടെ ടെറിഡോഫൈറ്റ്സിൻ്റെ കേസിൽ സീഡുകളോ വിത്തുകളൊന്നുമില്ല. ഓക്കെ, അത് ജിംനോസ്പേംസിലേക്ക് ആൻജിയോസ്പേംസിലേക്ക് വരുമ്പോഴാണ് സീഡൊക്കെ വരുന്നത്. പക്ഷേ ഈ സീഡ് ഹാബിറ്റ്, അതായത് സീഡുകൾ ഫോം ചെയ്യാനുള്ളൊരു തുടക്കം അല്ലേ, അതായത് അടുത്ത ഗ്രൂപ്പിൽ സീഡ് ഫോം ചെയ്യും എന്ന് പറഞ്ഞു വെക്കുന്ന പോലെയല്ലേ ഇത്. അതായത് ഇവിടെ സീഡുകളൊന്നും ഫോം ചെയ്യുന്നില്ല. പക്ഷേ സൈഗോട്ട് എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഫീമെയിലിൻ്റെ ഉള്ളിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സീഡുകളും അങ്ങനെയല്ലേ. സീഡുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഫെർട്ടിലൈസേഷനൊക്കെ എവിടെയാണ് നടക്കുന്നത്? ഫീമെയിലിൻ്റെ അകത്ത് നടക്കുക. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഗ്രൂപ്പുകളിലൊക്കെ ഫെർട്ടിലൈസേഷൻ എവിടെയാണ് നടക്കുക? ഫീമെയിലിനകത്ത് നടക്കുക. ഇവിടെയും അങ്ങനെ തന്നെയാണ്, ഫീമെയിലിനകത്ത് നടക്കുന്നത്. അതേപോലെ തന്നെ സൈഗോട്ട് എവിടുന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഫീമെയിലിനാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ സീഡൊന്നും ഫോം ചെയ്യുന്നില്ല. പക്ഷേ സീഡ് ഫോം ചെയ്തേക്കാം, അടുത്ത എവല്യൂഷൻ വഴി സീഡുകൾ ഫോം ചെയ്യുന്ന ഗ്രൂപ്പുകൾ വന്നേക്കാം എന്ന് പറഞ്ഞു വെക്കുന്ന പോലെ ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും? ദിസ് ഇവൻറ്റ് ഇസ് എ പ്രീകേഴ്സർ ടു സീഡ് ഹാബിറ്റ്. പ്രീകേഴ്സർ എന്ന് പറഞ്ഞാൽ സീഡ് ഹാബിറ്റ് ഫോം ചെയ്യുന്നതിന് മുന്നേ ഉള്ള സംഭവമാണ് പ്രീകേഴ്സർ. ഓക്കെ, അതായത് ഇനി അടുത്ത ഗ്രൂപ്പിൽ സീഡ് ഫോം ചെയ്തേക്കാം എന്ന് പറഞ്ഞു വെക്കുന്ന പോലെയാണ് എന്ത്, ഈ പറഞ്ഞ ഈ ഒരു ഫീച്ചർ. അതായത് ഈ ഒരു സൈഗോട്ട് പോയിട്ട് ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫീച്ചർ ഉള്ളത്. സോ ടെറിഡോഫൈറ്റ്സ് ആണ് എന്ത്, പ്രീകേഴ്സർ ടു സീഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടെറിഡോഫൈറ്റ്സിനകത്താണ് എന്ത് ചെയ്യുന്നത്? സീഡ് ഉണ്ടോ? ഇല്ല. സീഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ ഇല്ല, ടെറിഡോഫൈറ്റ്സിനകത്ത് ഇല്ല. പക്ഷേ പ്രീകേഴ്സറാണ്, സീഡ് ഹാബിറ്റിലേക്കുള്ളൊരു പ്രീകേഴ്സറായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ ടെറിഡോഫൈറ്റ്സ്. കുഞ്ഞു ഗ്രൂപ്പല്ലേ, വലിയ ക്ലാസിഫിക്കേഷൻ സംഭവങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ആകെ കുറച്ച് ടേംസ് പറഞ്ഞു, അതൊരു ഫ്ലോ ചാർട്ട് വഴി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്തു അല്ലേ. പിന്നെ 2 ഗ്രൂപ്പ് പറഞ്ഞു, ഹോമോസ്പോറസ് പറഞ്ഞു, ഹെട്രോസ്പോറസ് പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞു, പിക്ചർ കാണിച്ചു തന്നു. പിന്നെ ഒരൊറ്റ പോയിന്റ്, പ്രീകേഴ്സർ ടു സീഡ് ഹാബിറ്റ് ചോദിക്കും കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീകേഴ്സർ ടു സീഡ് ഹാബിറ്റ് എന്ന് പറയുന്ന സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചോദിക്കും, വൈ ഇസ് ടെറിഡോഫൈറ്റ്സ് കോൾഡ് പ്രീകേഴ്സർ ടു സീഡ് ഹാബിറ്റ്, അല്ലെങ്കിൽ വൈ ഇസ് ഇറ്റ് സോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, പറയണം. എന്ത്, മെയിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ട്, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ട്. ഈ കഥ, ഈ ഒരു സ്ലൈഡ് എന്ത് ചെയ്യുക, എഴുതി വയ്ക്കാം. ഓക്കെ, ഇതിങ്ങനെ തന്നെ എഴുതി വയ്ക്കാനല്ല, നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കരുത് കേട്ടോ. നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വയ്ക്കാം. ക്ലിയർ ആയോ?
ഇത്രയേ ഉള്ളൂ ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു, സിമ്പിളായിരുന്നു അല്ലേ. ചാപ്റ്റർ നമ്മൾ ഓൾമോസ്റ്റ് എന്ത് ചെയ്തു, എൻഡിലേക്ക് പോവുകയാണ്. കാരണം ആൻജിയോസ്പേംസ് എന്ന് പറയുന്ന ആൾക്കാരെ നിങ്ങളുടെ സിലബസിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഡിലീറ്റഡ് ആണ്. നിങ്ങളുടെ പുതിയ സിലബസിൽ ആൻജിയോസ്പേംസിനെ പറ്റി നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ടില്ല. കാരണം എന്താ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു +2 ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്, ആൻജിയോസ്പേംസിനെ പറ്റി ഡീറ്റെയിലായി പഠിക്കുന്നുണ്ട് അവിടെ വൃത്തിക്ക്. ഓക്കെ, സോ ഇവിടെ അത് പിന്നെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇവിടെ ആൻജിയോസ്പേംസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ സിലബസിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഔട്ട്ലൈൻ തന്നിട്ടേ ഞാൻ പോവുള്ളൂ ആൻജിയോസ്പേംസിൻ്റെ. കാരണം എന്താ, അവിടെ +2 പഠിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കരുത്. ഓക്കെ, ഇങ്ങനെ ഇരിക്കരുത്. ഒരു ചെറിയ ബേസിക് ഐഡിയ ഉണ്ടാവണം എന്താണ് ആൻജിയോസ്പേം എന്നുള്ളൊരു കുഞ്ഞ് ഐഡിയ ഉണ്ടാവണം. ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോലും ഒരു സ്ലൈഡിൽ ഞാൻ ആൻജിയോസ്പേം ഞാൻ പറഞ്ഞു തീർക്കും. അപ്പോൾ ആൻജിയോസ്പേംസ് അത്രയേ ഉള്ളൂ. സോ ബേസിക്കലി നമുക്ക് ആരെ പറ്റിയേ പറയാനുള്ളൂ, ജിംനോസ്പേംസിനെ പറ്റിയേ പറയാനുള്ളൂ. സോ ഈ ചാപ്റ്റർ 2 പോവല്ലേ. അതെ, ഇനി നമുക്ക് ജിംനോസ്പേംസിനെ പറ്റി നോക്കിയാലോ.